നമുക്ക് ഇന്നൊരു സങ്കീർത്തനത്തെ ചിന്തിക്കാം. ഹല്ലേലൂയ. വലിയൊരു പ്രസംഗമൊന്നും പറയാനില്ല. എല്ലാം നമുക്ക് പെട്ടെന്ന് വായിച്ച് ഹല്ലേലൂയ ചിന്തിച്ച് നിർത്താം. ആമേൻ സ്തോത്രം. 132 സങ്കീർത്തനം അതിന്റെ അവസാന വാക്യങ്ങൾ നമ്മൾ എടുക്കുന്നെങ്കിൽ ആദ്യം തുടങ്ങിയിട്ടൊന്ന് വായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. സാംസ് 132. ാണ് അൺമ്യൂട്ട് ചെയ്യണം. യഹോവേ, ദാവീദിനെയും അവന്റെ സകല കഷ്ടതയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്തു, യാക്കോബിന്റെ വല്ലഭന് നേർന്നതെന്നാൽ, ഞാൻ യഹോവയ്ക്ക് ഒരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കടക്കയില്ല, എന്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. ഞാൻ എന്റെ കണ്ണിനുറക്കവും എന്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു, വനപ്രദേശത്തിൽ അതിനെ കണ്ടെത്തിയല്ലോ. നാം അവന്റെ തിരുനിവാസത്തിലേക്ക് ചെന്ന് അവന്റെ പാദപീഠത്തിൽ നമസ്കരിക്കുക. യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുകയും നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. നിന്റെ ദാസനായ ദാവീദിൻ നിമിത്തം നിന്റെ അഭിഷിക്തന്റെ മുഖത്തെ തിരിച്ചു കളയരുതേ. ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുമെന്നും നിന്റെ മക്കൾ എന്റെ നിയമത്തെയും ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കുമെങ്കിൽ അവരുടെ മക്കളും എന്നേക്കും നിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്നും യഹോവ ദാവീദിനോട് ആണയിട്ടു. സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. യഹോവ സിയോനെ തിരഞ്ഞെടുക്കുകയും അതിനെ തന്റെ വാസ്തവമായി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു. ഞാൻ അതിനെ ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും. അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അതിലെ പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും. അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. അവിടെ ഞാൻ ദാവീദിന് ഒരു കൊമ്പ് മുളപ്പിക്കും. എന്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുമുണ്ട്. ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും. അവന്റെ തലയിലോ കിരീടം ശോഭിക്കും. ആമേൻ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം എഴുതിയ ദാവീദാണെന്ന് പറയുന്നത് ചിലർക്ക് പറയുന്നുണ്ട് അത് ശലോമോൻ എഴുതിയേക്കുന്നതെന്ന്. കാരണം ശലോമോൻ ആലയം സമർപ്പിക്കുമ്പോൾ പറഞ്ഞ വാക്യങ്ങളൊക്കെ ഇവിടെ എടുത്തുദ്ധരിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആരെങ്കിലും ആയിട്ട് നമുക്ക് ഹല്ലേലൂയ. ആമേൻ. ദൈവം ഹല്ലേലൂയ. അതിലെ 16, 17, 18 വാക്യം ഒരുമിച്ച് വായിക്കാം. അതിലെ പുരോഹിതന്മാരെ രക്ഷ ധരിപ്പിക്കും. ഹല്ലേലൂയ. അതിലെ ഭക്തന്മാരെ ഘോഷിച്ചുല്ലസിക്കും. അവിടെ ഞാൻ ദാവീദിന്റെ ഒരു കൊമ്പ് മുളപ്പിക്കും. എന്റെ അഭിഷിക്തന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും. അവന്റെ തലയിലോ കിരീടം ശോഭിക്കും. ഹാലില ആരെ കുറിച്ച് പറയും? യഹോവ സിയോനെ തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ കുറിച്ച് പറയുന്നത്. ഹാലിലിയ അല്ലെങ്കിൽ യെരുശലേമിനെ ഹാലേലിയ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്റെ വാസസ്ഥലമാക്കി വെച്ച സ്ഥലത്തെ കുറിച്ച് പറയുന്നതും ആമേ അതുപോലെ തന്റെ ഭക്തന്മാരോടുള്ള ഹാലേലിയ ആമേൻ ദൈവത്തിന്റെ പ്രോമിസുമാണ് ഈ കാണുന്നത്. ഹാലേലിയ അതിന്റെ 8-ാം വാക്യത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു. ഭക്തന്മാര് 9-ാം വാക്യം, നിന്റെ പുരോഹിതന്മാർ നീതി ധരിക്കുന്ന നിന്റെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കുകയും ചെയ്യട്ടെ. അവിടെ പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ നീതി ധരിക്കട്ടെ എന്നാ പറഞ്ഞേക്കുന്നത്. ഇവിടെ വന്നപ്പോഴത്തെ രക്ഷയായത് സാൽവേഷനിലേക്ക് വന്നു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ദൈവത്തിന്റെ ഹാലയിലെ തെരഞ്ഞെടുപ്പ് ഉള്ളവരുടെ ദൈവം വസിക്കുന്ന സ്ഥലത്തിന്റെ പ്രത്യേകതയാണ് ഈ 13 തുടങ്ങി താഴോട്ട് പറഞ്ഞേക്കുന്നത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ, ഇന്ന് നമ്മളുടെ കൂടെ ദൈവം ഉള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ബലം. ഹാലയിൽ ഏറ്റവും വലിയ സന്തോഷം, അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും വലിയ എന്താ പറയുക പ്രൊട്ടക്ഷൻ എന്ന് പറയും. ഹാലയിലൂയ. ആമേൻ. ദൈവം എന്താ പറയുക, നമ്മളിൽ ആ ദൈവം വന്ന് വസിക്കുന്ന ഹാലയിലി അവിടെ സിയോനെ തിരഞ്ഞെടുത്ത് അവിടെ വസിക്കുമെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മളെയൊക്കെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തിട്ട് ദൈവം ഇന്ന് എവിടെ വസിക്കുന്ന വെച്ചാൽ യെരുശലേമിലെ ആലയത്തിലൊന്നുമല്ല, ശലോമൻ പണി കഴിപ്പിച്ച ആലയത്തിലൊക്കെ ദൈവം ഇറങ്ങി വസിച്ചിരുന്നു. നമുക്കറിയാം ആലയത്തില് ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങിയപ്പോൾ ആ പുരോഹിതന്മാർക്ക് നിൽക്കാൻ കഴിയാതുമാണ്, അവർക്ക് നിന്ന് ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ ദൈവത്തിന്റെ പ്രസൻസ് അവിടെ വന്നു. പക്ഷെ ഇന്ന് ആ ദൈവം എവിടെ വസിക്കുന്നത്? നമ്മുടെ ഓരോരുത്തരും ഉള്ളിലാണ് വസിക്കേണ്ടത്. അങ്ങനെ ദൈവം വസിക്കുന്ന സ്ഥലത്തെ കുറിച്ച് പറയുന്നത് ആ യഹോവ യെരുശലേമിനെ തിരഞ്ഞെടുക്കുകയും, ഞാൻ എപ്പോഴും പറയും നമ്മൾ പഴയ നിയമം എന്ത് വായിച്ചാലും നമ്മൾ പുതിയ നിയമം കണക്ട് ആക്കി വായിക്കണം. നമ്മളോട് അന്ന് ദൈവം പറഞ്ഞു, ചിലപ്പം ഒരു ബിൽഡിങ്ങിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചോ ഒരു ആലയത്തെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഒരു കൊട്ടാരത്തെ സംബന്ധിച്ചോ സിംഹാസനത്തെ സംബന്ധിച്ചോ ഒക്കെ ആയിരിക്കും പലപ്പോഴും. പക്ഷേ ഇന്ന് ദൈവം നമ്മളത് എപ്പോൾ വായിച്ചാലും ഇന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ അതെങ്ങനെയായിരിക്കും ചിന്തിച്ച് വേണം നമ്മൾ വചനം വായിക്കാനായിട്ട്.
ആമേൻ. ഹാലേലൂയ. അപ്പൊ പഴയ നിയമം നമുക്ക് വേണ്ടാത്ത കാര്യമൊന്നുമല്ല. പഴയ നിയമം നമുക്ക് ഹാലേലൂയ അതിൽ മറിഞ്ഞു കിടക്കുന്ന ആ പൊരുൾ നമുക്ക് തിരിച്ചു തരാൻ വേണ്ടി നമ്മൾ ഓരോ വാക്യങ്ങളും വായിക്കും. ഇന്ന് നമ്മളോട് എങ്ങനെ ദൈവം സംസാരിക്കാൻ നോക്കിയാണ് ഹാല നമ്മള്. അപ്പൊ അത് പറയാം, ഇവിടെ സിയോനെ തിരഞ്ഞെടുത്തു എന്ന് പറയുമ്പം ഹാലേന്ന് ഇത് നമ്മളെ ആണ് അവിടെ ആദ്യത്തെ വാക്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര സന്തോഷം. ദാവീദ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഹാലേലിയ. ആമേൻ. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലവും യാക്കോബിന്റെ വല്ല നിവാസം കണ്ടപ്പോൾ ഞാൻ എന്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല. ഹാലേലി. ഞാൻ എന്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല. ഞാൻ എന്റെ കണ്ണിന് ഉറക്കവും കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ദൈവത്തിനൊരു ആലയം പണിയും വരെ രാജാവായിട്ട് പോലും ഹാലേ പറയും, ഞാൻ ശയ്യമേൽ കയറി കിടക്കത്തില്ല, കണ്ണിന് ഉറക്കം കൊടുക്കത്തില്ല. ഹാലേലിയ. ദാവീദിന്റെ ഹൃദയം എത്ര ഇതാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. ചുമ്മാ ആണോ ദൈവം ഞാൻ എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് പറയുന്നത്? നമ്മളൊക്കെ ആണെങ്കിൽ ദൈവം എവിടെയെങ്കിലാണ്, ഞാനിവിടെ കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങും. പണ്ടൊക്കെ ആൾക്കാർ പണ്ട് ഞാൻ ഫാസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി. ഞാൻ എപ്പോഴും ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അന്ന് ആദ്യം വിശ്വാസം 40 എടുക്കുന്ന സമയത്ത് നമ്മൾ വചനത്തെ വായിച്ചെടുക്കാൻ 8ലും 8ലും കിടന്നൊക്കെ. അപ്പോൾ ഞാൻ കട്ടിലൊന്നും ഉപയോഗിക്കത്തില്ല. ഹാലേലൂയ. ഞാൻ എപ്പോഴും തറയിലും പാ വിരിച്ച് അല്ല ഇത് വിരിച്ച് കിടക്കത്തുള്ള ഫാസ്റ്റ് ചെയ്യുന്ന സമയത്തല്ല. അപ്പൊ അതിന് എന്നെ കളിയാക്കിയിട്ടുണ്ട് പലരും വന്നിട്ട്. അപ്പൊ എന്റെ മനസ്സിലാകാൻ ഇത് തോന്നിയിരുന്നു ഹാലേ 40. അപ്പം അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ദൈവം നമ്മുടെ കൂടെ വന്ന് സംസാരിക്കുക, ത്രൂ ഔട്ട് നൈറ്റൊക്കെ എന്നോട് സംസാരിക്കുന്നത് ഞാൻ അനുഭവിച്ചു. കാരണം വെച്ചാൽ അന്ന് നമുക്ക് എവിടെയോ അവിടുന്ന് കിട്ടിയൊരു വെളുപ്പാണ് ഹാലയിൽ എന്ന് പറഞ്ഞാൽ ആരും പോയി തറയിൽ പോയി കിടക്കണം എന്നല്ല ഞാൻ പറഞ്ഞത് ഹാലയിൽ. പക്ഷെ അന്ന് എൻ്റെ ഉള്ളിൽ വന്നപ്പോൾ ഞാൻ അങ്ങനെ. പക്ഷെ അവിടെയൊക്കെ നമ്മൾ അങ്ങനെ നമുക്ക് വചനത്തിൽ ഒരു കാര്യം കണ്ടിട്ട് നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ ഒരു ദൈവം ഒരു പ്രകാശം തന്നിട്ട് നമ്മൾ അത് ചെയ്യുവാണെങ്കിൽ ദൈവം കൂടിരിക്കും. അതൊക്കെ ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. എന്ന് വെച്ചാൽ നമ്മളെന്നും തറയെ കിടക്കാനോ അല്ലെങ്കിൽ കട്ടിലെ കിടക്കാതിരിക്കാനോ അല്ല ദൈവം. പക്ഷേ ഇവിടെ ദാവീദിനെ കുറിച്ച് നമ്മൾ കേട്ടേക്കുന്ന വായിക്കുന്ന എന്താ? ദാവീദിന് കട്ടിലേ കയറി കിടക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ശയ്യമേൽ കിടക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്താ? കർത്താവ് ആ കൂടാരത്തിനകത്തല്ലേ ഇരിക്കുന്നതെന്നാ ദാവീദ് അന്ന് ചിന്തിച്ചു. പക്ഷെ ഇന്ന് നമ്മുടെ കർത്താവ് കൂടാരത്തിനകത്തല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന, നമ്മുടെ കർത്താവ് ഇരിക്കുന്ന ഈ മന്ദിരം ഇതിനെക്കുറിച്ച് നമ്മൾ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത്? ഈ മന്ദിരം എങ്ങനെയൊക്കെ നമ്മൾ വെക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഹല്ലേലൂയ. ഈ മന്ദിരത്തെ നമ്മൾ എങ്ങനെയൊക്കെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത്? ഈ ആഗ്രഹം നമ്മുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഹാലേലിയ ദൈവത്തിന് എന്തൊരു സന്തോഷമാണ്. കാരണം നമ്മൾ ചിന്തിക്കുന്നത് ദൈവത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും ചിന്തിക്കുകയാണ്. ദൈവത്തിന് ഭയങ്കര സന്തോഷമാണ്. ദൈവത്തെക്കുറിച്ച് ദൈവത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ കുറവുണ്ടോ നമ്മൾ എന്തിനാ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ചോദിക്കും. പക്ഷെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞ് ദൈവത്തിന്റെ രാജ്യത്തെക്കുറിച്ച്, ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നം, ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നത്തെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ആക്കിയേക്കുന്നത് അല്ലെ? ദൈവം തന്നെ ചോദിച്ചില്ല, നിങ്ങൾ പണിയുന്ന ആലയം ഏത് വിധം? ഈ കാണുന്ന സകലം സൃഷ്ടിച്ച് എന്നെ ഏതെങ്കിലും ഒരു ആലയത്തിൽ ഒതുക്കി ഇരുത്താൻ പറ്റുമോ? പക്ഷെ നമ്മൾ കാണുന്നുണ്ട് ഒരു പെട്ടകം, ഇതിനകത്ത് ദൈവത്തിന്റെ ശക്തി കയറി ഇരുന്നു എന്ന് വേണമെന്നല്ല പറയാം. അവിടെ പെട്ടകം ചെല്ലുന്നിടത്തൊക്കെ അത്ഭുതം നടന്നു അല്ലേ? യുദ്ധങ്ങൾ ജയിച്ചു. പെട്ടകം ചുമന്നുകൊണ്ട് പുരോഹിതൻ യോർദാനിൽ കാല് വെച്ചപ്പോൾ ഹാലേലൂയ യോർദാൻ രണ്ടായി. ഇങ്ങനെ ഒത്തിരി ഇത് നമ്മൾ കാണുന്നു പെട്ടകം. അപ്പൊ ആ കുഞ്ഞൊരു പെട്ടകത്തിനകത്ത് ദൈവം ഇരുന്നില്ലേ? ഇരുന്നു. കാരണം വെച്ചാൽ മനുഷ്യൻ തോളെ ചുവന്നുകൊണ്ട് പെട്ടകത്ത് ദൈവം ഇരുന്ന ആരാ ഇരുന്നെന്ന് ആലോചിക്കണം. ഈ അഖിലാണ്ടത്തെ ഉടയവനായ സർവശക്തൻ, സർവത്തെ സൃഷ്ടിച്ച രാജാതിരാജൻ, കർത്താവുമായ നമ്മുടെ സർവശക്തനായ ദൈവം. ഇന്ന് ദൈവം ഹാലേലിയ നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് ഒരാത്മാവായി നമ്മുടെ ഉള്ളിൽ വന്ന് വസിക്കുകയാണ്. ഹാലേലൂയ. ഇന്ന് ദൈവം ഇരിക്കുന്നത് എവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരിലിരിക്കുന്നത്. അപ്പൊ ഈ പെട്ടകം അല്ലെങ്കിൽ ഈ ദൈവം വിത്തിന്റെ ആത്മാവ് ഇരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു മോഹം വേണം. ഇതൊക്കെ ഇങ്ങനെയായിരിക്കണം, ഞാൻ അങ്ങനെയായിരിക്കാം, ഞാൻ ഇത് ചെയ്യത്തില്ല, അത് ചെയ്യത്തില്ല, അല്ലെങ്കിൽ എനിക്ക് ഇത് ഹാലേലൂയ ഇങ്ങനെ പാടില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ തന്നെ അതിനെക്കുറിച്ചൊക്കെ നമ്മളൊന്ന് ചിന്തിക്കണം ഇടയ്ക്കെങ്കിലും. അതുപോലെ ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയാനുണ്ട്. ദാവീദിന്റെ സങ്കീർത്തനം മൊത്തം ദാവീദ് ദൈവത്തിനെ കണ്ട് ദൈവത്തോട് പറഞ്ഞ കാര്യങ്ങൾ എഴുതപ്പെട്ടിരിക്കുന്നത്. ഹാലേലിയ. അപ്പൊ ദാവീദ് എത്രത്തോളം ദൈവത്തോട് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കാനും ദൈവത്തോട് സംസാരിക്കാനും ഇഷ്ടം കാണിച്ചു എന്ന് നമ്മൾ അറിയണം. മറ്റൊരിടത്ത് ഞാൻ വായിച്ചിട്ടുണ്ട് ദാവീദിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്, അവൻ യാമങ്ങൾ തോറും കാത്തിരിക്കും. എന്തിനാന്നറിയാ? ദൈവത്തിന്റെ പ്രസൻസിലേക്ക് ഒന്ന് ഓടിച്ചല്ല. ദാവീദ് ഇരിക്കുന്നത് പ്രസൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളൊക്കെ ഇരിക്കുന്നത് പ്രസൻസ് ഉണ്ടായിട്ട് നമുക്ക് അതിനകത്ത് ഇരിക്കാൻ എന്തൊരു ബുദ്ധിമുട്ടാ. യാമങ്ങൾ ഓരോ 3 മണിക്കൂർ കഴിയും തോറും ദാവീദ് ഇങ്ങനെ നോക്കിയിരിക്കുക. ഓടിച്ചെന്ന് ആലയത്തിലേക്ക് ഒന്ന് തിരുനിവാസത്തിലേക്ക് ഒന്നൊക്കെ പക്ഷെ കാര്യം ചെല്ലാണ്ട് ഇവിടെ ഒരു പ്രെയറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ
കുത്തി എണീറ്റ് എങ്ങനെയാലും ആമേ ഹാലയിലെ ഇല്ലെങ്കിൽ കയറിയില്ലെങ്കിൽ ആ സിസ്റ്റർ എന്താ വിചാരിക്കും, മോന്ത ഉറപ്പിക്കുക നമ്മളെ കാണണം, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥന എന്നൊക്കെ ഓർത്ത് നമ്മൾ പലപ്പോഴും കയറുന്നത് ഹാലയില്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ഓരോ പ്രയറും ഞാൻ പറയാം, നമുക്ക് ദൈവമായിട്ട് ഇരിക്കാനായിട്ട്, ദൈവമായിട്ട് സംസാരിക്കുക, ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ടൊക്കെ ഒരു ആമേ ഹാലേലുയ അതിനൊരു മുഖാന്തരം അല്ലെ ഉറവിടമാണ്, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമാണെന്ന് ഓർക്കണം. ഞാൻ പറയും ദൈവത്തിന് നമ്മളോട് ഒരുപാട് സംസാരിക്കാനുണ്ട്. പക്ഷെ പലപ്പോഴും ദൈവത്തിന് സാധിക്കുന്നില്ല. എന്താന്ന് വെച്ചാൽ നമ്മള് അതിന് ഇരുന്ന് കൊടുക്കുന്നില്ല. ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളൊക്കെ ദൈവം പറയുന്ന പലയിടത്തും നമ്മൾ വചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. പുരോഹിതന്മാരോടും അവരുടെ പ്രവാചകന്മാരോടും ഒക്കെ പറയും, നീ പോയിട്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, അത് ചെയ്യണം, ഇതിനെക്കുറിച്ച് എന്റെ ആഗ്രഹം ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷേങ്കില് നമ്മളോട് എത്ര നേരം ദൈവം അങ്ങനെ സംസാരിക്കുന്നു? ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നമ്മൾ അറിയണമെങ്കിൽ അല്ലെ, നമ്മൾ ദൈവത്തിന് ഇവിടെ ദാവീദിന്റെ ഒരു ആഗ്രഹം, ദാവീദിന്റെ ഒരു തീരുമാനം കണ്ടില്ലായിരുന്നു? ഹാലയില് ആ ആ തിരുനമ അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയാതെ, ദൈവത്തിന് വേണ്ടി ഹാലയിലുയ ഒരു സ്ഥലം ഒരുക്കാതെ, ഞാൻ എന്റെ ശയ്യമേൽ കയറി കിടക്കയില്ല. ദൈവത്തിന് എന്ത് സന്തോഷമായി കാണുമെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? ഹാലയില് നമ്മുടെയൊക്കെ ഓരോ ചെറിയ തീരുമാനങ്ങളൊക്കെ ദൈവത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും. വ്യക്തിപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ തീരുമാനം എടുക്കുക, എന്താ എന്റെ ദൈവത്തിന് വേണ്ടി ഞാൻ ഇന്ന് തുടങ്ങി ഇത് ചെയ്യാൻ പോവാം, അല്ല എന്റെ ദൈവത്തിന് വേണ്ടി ഹാലേലുയ എനിക്ക് ഇപ്പൊ ഇത്രയൊക്കെ പറ്റുന്നത്, എനിക്ക് ഒത്തിരി പരിമിതിയായ സാഹചര്യങ്ങളിൽ നിൽക്കുക, പക്ഷെ എന്നാലും ഞാൻ ഇത്രയെങ്കിലും ചെയ്യും എന്ന് പറയുന്ന തീരുമാനം. ഞാൻ 2025 അവസാനത്ത് നമ്മൾ എത്തി നിൽക്കുക. ഈ വർഷക്കാലം ആരംഭം മുതൽ അവസാനം ഇത്രയും സമയം വരെ നമ്മളെ കാത്ത് പരിപാലിച്ച് നമ്മളെ നമുക്കുള്ളതിനൊക്കെ ഒന്നുപോലും കുറയാതെ ദൈവം കാത്തു സൂക്ഷിച്ച് നടത്തിയത് നമ്മുടെ കഴിവിലും മിടുക്കിലും ഒന്നുമല്ല, ദൈവത്തിന്റെ വലിയ കൃപ. ആ ദൈവത്തിന് വേണ്ടി 2026 ഹല്ലേലൂയ ഞാൻ ഒരു തീരുമാനം എടുക്കാം, ഞാനത് ചെയ്യുമെന്ന് എത്ര പേരൊന്ന് തീരുമാനിക്കും? ദാവീദ് തീരുമാനിച്ച പോലെ. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ തീരുമാനം, എനിക്ക് ഈ ദാവീദിനെ കുറിച്ച് വായിക്കുമ്പോഴൊക്കെ പലപ്പോൾ ഭയങ്കര സന്തോഷം തോന്നും കേട്ടോ. എന്നിട്ട് നമുക്ക് നമ്മളെ കുറിച്ച് ഒരു പുച്ഛവും തോന്നും. കാരണം വെച്ച് കഴിഞ്ഞാല് ഹല്ലേലൂയ എന്തായിരുന്നു ആ ഹൃദയം എന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ എന്നിട്ട് പറയുന്ന, ഞാൻ എന്റെ കണ്ണിനുറക്കും എന്റെ കൺപൊളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. അപ്പം ഞാൻ എവിടെങ്കിലൊക്കെ പോയി കിട്ടുന്ന സമയത്ത് സുഖിച്ച് ഉറങ്ങുമെന്നല്ല പറഞ്ഞേക്കുന്നത്. ആലയത്തിന് ദൈവത്തിനൊരു സ്ഥലം ഒരുക്കും വരെ. പക്ഷെ ദാവീദ് അത് ചെയ്യേണ്ട ദൈവം പറഞ്ഞിട്ടും ദാവീദ് അതിന് വേണ്ടി സകലം ഒരുക്കി വെക്കുക. മകനാണ് പണിതൊക്കെ, പക്ഷേ ദാവീദ് അതിന് വേണ്ടി സകലം ഒരുക്കി വെക്കുക. പക്ഷെ ദാവീദിന്റെ ഹൃദയം കണ്ടിട്ട് തന്നെയാ ദൈവം ഒരു പ്രോമിസ് കൊടുത്തു ദാവീദിന്. എന്താ പറയാ, നിന്റെ ദാസൻ ദൈവം നിന്റെ അഭിഷേകത്തിന്റെ മുഖത്തെ തിരിച്ചു കളയും, ഞാൻ നിന്റെ ഉദരഫലത്തെ നിന്റെ സിംഹാസനം ഇരുത്തുമെന്ന്, നിന്റെ മക്കൾ എന്റെ നിയമത്തെ ഞാൻ അവർക്ക് ഉപദേശിച്ച സാക്ഷ്യത്തെയും പ്രമാണിക്കും, അവരുടെ മക്കൾ എന്നേക്കും നിന്റെ സിംഹാസനം ഇരിക്കുമെന്നും യഹോവ ദാവീദിന് ആണയിട്ട് സത്യം, അവൻ അതിൽ നിന്ന് മാറുകയില്ല. ഇന്ന് ഹല്ലേലൂയ ദാവീദിന്റെ സന്തതിയാണ് യേശു കർത്താവ്. ആ പാരമ്പര്യം വന്നെ. അപ്പൊ ദേശീയ കർത്താവ് പോലും ഇന്ന് നമ്മൾ ഓരോരുത്തരും പറയുമ്പം ദാവീദിനെ ദൈവം ഓർക്കുക ചെയ്യുന്നത്. ഹല്ലേലൂയ. അപ്പൊ ദാവീദിന്റെ ദൈവം അന്ന് കൊടുത്ത പ്രോമിസ് ഇന്നും ദൈവം മറന്നിട്ടില്ലെങ്കിൽ നമ്മുടെയൊക്കെ തലയിൽ അതുപോലെ ഒരു പ്രോമിസ് വീണ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളെ കുറിച്ചൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂടെ? എങ്ങനെയുണ്ടാവും? ചുമ്മാ ഇരുന്നിട്ട് ദൈവമേ ദൈവമേ എന്ന് വിളിച്ചാലൊന്നും ദൈവത്തിന് ഒരു കാര്യം നന്നായിരുന്നു, നമ്മൾ എന്തിനു വേണ്ടിയാ വന്നിരിക്കുന്നെന്ന് കൃത്യമായ ദൈവത്തിന്. ചില അസ്വസ്ഥ പ്രാർത്ഥന കണ്ടില്ല എത്ര ഇത് അങ്ങനെയല്ലേ. പക്ഷെ ഇരിക്കുന്ന എന്തിനാന്ന് ആർക്കും മനസ്സിലായാലും മനസ്സിലാക്കുന്ന ഒരുവനുണ്ട്. ഹല്ലേലൂയ. അത് ആ ദൈവത്തെ പറ്റിക്കാൻ നമുക്ക് ആർക്കും പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കണം. ഒരിക്കൽ എന്നോട് ദൈവം പറഞ്ഞു, നീ ചിന്തിക്കാൻ പോകുന്ന എന്താന്ന് നീ ചിന്തിച്ചു കഴിഞ്ഞാൽ നീ അറിയാം, പക്ഷെ നീ ചിന്തിക്കുമ്പോ എനിക്കറിയാം നീ എന്താ ചിന്തിക്കാൻ പോകുന്നത്. അതാണ് ദൈവം. ആ ദൈവത്തെയാണ് പലരും കപടതയിലൂടെ ഒക്കെ പറ്റിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന പ്രഹസനങ്ങളൊക്കെ കാണിച്ച് അപ്പൊ ഇവിടെ നമുക്ക് എന്നിട്ടാണ് ഇവിടെ താഴോട്ട് വന്നപ്പോഴാണ് ഹല്ലേലൂയ സിയോനെ കുറിച്ച് ദൈവം കൊടുക്കുന്ന പ്രോമിസ് ആണ്. ഹല്ലേലൂയ തിരഞ്ഞെടുത്ത് അതിനെ തന്റെ വാസസ്ഥലമാക്കി ഇച്ഛിക്കുകയും ചെയ്തു. അത് എന്നേക്കും എന്റെ വിശ്രാമമാകുന്നു, ഞാൻ അത് ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. ഹല്ലേലൂയ. അപ്പം ദൈവം ഒരു സ്ഥലത്ത് വസിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അവിടെ വസിക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന ചില ആൾക്കാരൊക്കെ അവിടുന്ന് എന്താ പറയാ കുടിയിരിപ്പ് ഇറങ്ങിപ്പോയി, അവിടെ ഇരിക്കുന്ന ആള് ഓടിപ്പോയി എന്നൊന്നും പറയത്തില്ല. ഹല്ലേലൂയ. കാരണം അപ്പുറത്ത് ഭയങ്കര പ്രാർത്ഥന നടക്കുന്നു, എനിക്കൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല, ഞാൻ അതുകൊണ്ട് സ്ഥലം വിടാന്നൊന്നും പറയത്തില്ല.
പിന്നെ കൊണ്ടുപോകണമെങ്കിൽ ആൾക്കാരെല്ലാം കൂടെ പോയി അതാണ്ടൊക്കെ ചെയ്ത് ഇങ്ങനെ എഴുന്നള്ളിച്ചൊക്കെ കൊണ്ടുവന്ന് വീണ്ടും അവിടെ കൊണ്ട് ഉറപ്പിച്ചിരുത്തണം. അല്ലെങ്കിൽ ഒരു വിഗ്രഹം ഉണ്ടാക്കി തലയിൽ ചുമന്ന് കൊണ്ടുവന്ന് എവിടെങ്കിലൊക്കെ ഉറപ്പിച്ചിരുത്താം. പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ഹല്ലേലൂയ. ആമേൻ. ഒരു കർത്താവ് വസിക്കാൻ തീരുമാനിച്ച കർത്താവ് എന്നേക്കും വസിക്കും. ഞാനിപ്പോ ഈ മോർണിംഗ് ഇപ്പം നടക്കാൻ പോകും. അപ്പൊ ഞാനിങ്ങനെ ഒന്നിൽ അങ്ങോട്ട് പോകും, അല്ലെ ഇങ്ങോട്ടും. അപ്പൊ ഒരു 3-4 കിലോമീറ്റർ നടക്കുന്നുണ്ട്. നടക്കുമ്പോഴെല്ലാം ഞാനിങ്ങനെ അന്യഭാഷ പറഞ്ഞു. ഞാനിപ്പോ അപ്പോഴൊക്കെ ഞാൻ ഓർക്കും, പഴയ ദൈവദാസന്മാരൊക്കെ പറഞ്ഞു, പണ്ട് ഞങ്ങൾ ഇതിലെ കൂടെ ഒക്കെ ഈ റോഡിൽ കൂടെ ഒക്കെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്, പണ്ട് ഇതിലെ കൂടെ ഒക്കെ പോയി ട്രാക്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ കണ്ണുനീരൊക്കെ വീണ സ്ഥലം എല്ലാം ഇന്ന് സഭയുണ്ട്, വിശ്വാസം. അപ്പൊ ഞങ്ങൾ കർത്താവെ സാമറ്റ് മാസ്റ്ററൊക്കെ പറഞ്ഞ് എനിക്കിങ്ങനെ കേട്ടിട്ടുണ്ട്, കണ്ണുനീര് ഒഴുക്കി ഓരോരുത്തർക്കും പോയി എറണാകുളത്ത് അന്നിങ്ങനെ ശുശ്രൂഷയ്ക്ക് പോകാം. ആ ആ സ്ഥലങ്ങളെല്ലാം നടന്ന് പ്രാർത്ഥിച്ചിടത്തെല്ലാം ഇന്ന് സഭയുണ്ടെന്ന് വിശ്വാസികളുണ്ടെന്ന് പറയും. ഹാലലൂയ. അപ്പം ഞാൻ കർത്താവെ അന്നൊക്കെ പറഞ്ഞു, അപ്പൊ ഞാൻ ഇവിടെ നടന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് നല്ല വിശ്വാസികളുണ്ടാകണം. ഹല്ലേലൂയ. കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോരുത്തരും ചെയ്തത് കണ്ടിട്ട് നമ്മൾ എന്താ പറയാ, അതിനെ ഓർത്ത് നമുക്കും അതുപോലെ ഒന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം നമുക്ക്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ഹല്ലേലൂയ അതിലെ കൂടെ പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, പാട്ടും കേട്ട് സാധനം കൂടെ നടക്കാനൊക്കെ പോകുമ്പോൾ ആൾക്കാർ അമ്മ പാട്ടൊക്കെ കേട്ടും ഒക്കെ പോകുന്നത്. പക്ഷേ ഞാൻ അന്നേരം അവിടുന്ന് ആ പോയി വരും വരെ ഇങ്ങനെ ഏകദേശം 1 മണിക്കൂർ നടക്കാൻ പോകുന്ന സമയത്ത് അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് പോകും. കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ എൻ്റെ ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്ന്, ഞാൻ അന്യഭാഷയിൽ വഴിയിലൂടെ നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പോണേ, തീർച്ചയായിട്ടും ഇവിടെ നിന്നൊക്കെ ദൈവം ഹാലേലിയ അത് പ്രവർത്തിക്കും. ദൈവം അനേക ആത്മാക്കളെ നമുക്ക് തരുമെന്ന് നമുക്ക്. അപ്പൊ ഇത് എവിടെ നിന്നാ നമുക്ക് വന്ന ബോധ്യം? നമ്മൾ കണ്ട ആൾക്കാരുടെ സാക്ഷ്യം കേട്ട് ആ സാക്ഷ്യത്തിൽ നിന്ന് ഹാലേലിയ നമ്മുടെ ഉള്ളിലുണ്ടായ ഒരു വിശ്വാസമാണ്. അല്ലെ? അപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പം അതിന്റെ നല്ലത് എന്താന്ന് നമുക്ക് ഹാലേലിയ മനസ്സിലാക്കാൻ പറ്റണം. അതുപോലെ നമുക്കൊന്ന് ആകാൻ ആഗ്രഹിക്കണം. ആമേൻ. ദാവീദിനെ കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ കർത്താവേ എനിക്ക് ഇത്ര ഒന്നും പറ്റിയില്ലെങ്കിലും നമുക്ക്, ഞാൻ അബ്രഹാമിനെ കുറിച്ച് ഞാൻ കർത്താവിനോട് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ചു, അല്ലെങ്കിൽ ആ സ്നേഹത്തിന്റെ പരീക്ഷ നടന്ന കാര്യം വായിച്ചു. കർത്താവേ ഇതൊക്കെ എന്നോടൊക്കെ പറഞ്ഞെങ്കിൽ ഞാനൊക്കെ തോറ്റുപോകത്തേ ഉള്ളായിരുന്നു പറയാം. അപ്പൊ കർത്താവ് നിന്നോടൊന്നും പറയത്തില്ല. കാരണം വെച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അപ്പൊ തന്നെ പറയും. നിന്നോട് ഞാനത് പറയത്തില്ല. കാരണം വെച്ചാൽ നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നും നിനക്ക് എന്ത് പറ്റത്തില്ല എന്നും ഏറ്റവും നന്നായി അറിയുന്നത് ഞാൻ ദൈവം പറയുന്നതാ. അല്ല, പലരും പറയും നമുക്ക് ഭയങ്കര പരീക്ഷ സിസ്റ്റർ, ഭയങ്കര കഷ്ടത. പക്ഷെ ദൈവത്തിന് അറിയാവുന്ന നിനക്ക് അത് എത്രത്തോളം അത് കൊണ്ടുപോകാൻ പറ്റുമെന്നും നിനക്ക് എത്ര കപ്പാസിറ്റി ഉണ്ടെന്നും നമ്മളെക്കാട്ടും നന്നായിട്ട് അറിയുന്ന ആളെ ദൈവമാണ്. പക്ഷെ ഇത് പരീക്ഷ നമ്മൾ തരുന്ന എന്തിനാ? ദൈവത്തിന് നമ്മൾ പരീക്ഷിച്ച് നമ്മുടെ കപ്പാസിറ്റി ഇളക്കേണ്ട കാര്യമൊന്നും ദൈവത്തിനില്ല. ഉണ്ടോ? ഉണ്ടോ? ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ചറിയണോ? നമ്മുടെ കപ്പാസിറ്റി അറിയണോ? അറിയേണ്ട കാര്യമില്ല. പക്ഷെ ദൈവം എന്തിനാ നമ്മൾ ചില പരീക്ഷയ്ക്ക് കടത്തി എന്തിനാ? നമ്മളെ ബോധ്യപ്പെടുത്താനാ. നമുക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന്, എത്രയൊക്കെ കപ്പാസിറ്റി ഉണ്ടെന്നും നമ്മൾ ബോധ്യപ്പെടുത്താനത്. നമ്മളെ അതിനകത്ത് ഉറപ്പിക്കാനാ ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് ദൈവം നമ്മളെ പരീക്ഷിച്ചിട്ട് കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. ഇന്നലെ രാത്രി ആൻമോളും ഞാനും കൂടെ കുറെ നേരം സംസാരിച്ചു. ആൻമോൾ ഒരു വിഷയം കൊണ്ടുവന്നു. പക്ഷെ അതിപ്പോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം നമുക്ക് ജീവൻ ഉണ്ടാകുന്നത് അമ്മയുടെ വയറ്റ് പുറത്ത് വന്ന് മൂക്ക് ജീവശ്വാസം ഒതുമ്പോഴാണ്. അമ്മയുടെ വയറ്റിൽ കിടക്കുമ്പോൾ തന്നെ പൂജ ചെയ്യണം. ഞാൻ പറഞ്ഞു, നിനക്ക് വയറ്റിൽ കിടക്കുന്ന ജീവനില്ല, നീ എങ്ങനെയാ ചവിട്ടിയെന്ന് ഒഴിക്കുകയൊക്കെ ചെയ്തോണ്ടിരുന്നെന്ന് ചോദിച്ചു. ഹല്ലേലൂയ. അപ്പം കാരണം അതിനകത്ത് വഴിത്തേക്ക് ആദാമിനെ മൂക്കിലൂടെ ശ്വാസം ഊതിയപ്പോഴാണല്ലോ ആദാമിന് ജീവൻ വന്നത് എഴുതിയിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ മക്കള് പുറത്തും ശ്വാസം അകത്ത് കിടക്കും, കുഞ്ഞുങ്ങളാരും മൂക്കിലൂടെ അല്ല ശ്വസിക്കുന്ന കുഞ്ഞുങ്ങള്. അപ്പൊ അതുകൊണ്ട് അപ്പൊ ജീവൻ ഉണ്ടാകത്തില്ല എന്നൊക്കെ ഭയങ്കര ഒരു തർക്കം. ഞാൻ പറയാം, എനിക്ക് കുറച്ചേരൊക്കെ ഞാൻ ഓരോന്നൊക്കെ വചനമൊക്കെ പറഞ്ഞ് അതെടുത്തു. പക്ഷേ അവളിങ്ങനെ അവൾക്ക് വചനത്തിൽ തെളിയിച്ചു കൊടുക്കണം എന്ത് കാര്യങ്ങൾ ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനിവിടെ വചനം നോക്കിക്കൊണ്ടിരിക്കാം, നാളെ ആയിട്ട് എന്നൊക്കെ പറയും. പയ്യെ പോകുന്നു. ഹല്ലേലൂയ. അപ്പം ഈയിടൊക്കെ കൊച്ചുങ്ങൾക്ക് ഹല്ലേലൂയ ഇന്നത്തെ കാലത്ത് വചനത്തിനകത്ത് ഹല്ലേലൂയ ഒരാള് വചനം പറഞ്ഞ് മറ്റൊരാൾക്ക് സാറ്റിസ്ഫൈഡ് ആകണം. അല്ലേ? എനിക്കൊരു വചനം കേട്ട് കഴിഞ്ഞാൽ അത് എന്റെ ഉള്ളിലേക്ക് ഡൈജസ്റ്റ് ആയില്ലെങ്കിൽ ഞാൻ പോയി കർത്താവിന് സ്വസ്ഥത കൊടുക്കത്തില്ല. കാരണം ഇത് ചോദിച്ച് മനസ്സിലാക്കുക. കാരണം വെച്ചാൽ നമുക്ക് അത് ഉള്ളിലേക്ക് അങ്ങനെ നമ്മൾ ദൈവത്തോട് നമ്മൾ പോയി സംശയം ചോദിച്ചു, നമ്മുടെ ഉള്ളിലേക്ക് സംഗ്രഹിച്ച് വചനം നമ്മളെ ജീവിത അവസാനം വരെ ഏത് പാതിരായ്ക്ക്, ഏത് ഉറക്കത്തിൽ, ഏത് വിഷയത്തെ കടന്നാലും ഇതിങ്ങനെ പൊങ്ങി വരും. കാരണം ഇത് ഒരിക്കലും മറക്കത്തില്ല. അതുപോലെ നമ്മൾ ഓരോരുത്തരും വചനം വായിക്കാൻ ഡൗട്ട് വന്നാൽ ഫോൺ എടുത്ത് അടുത്ത ആളെ വിളിക്കാൻ നിൽക്കരുത്. അവിടെ ഇരുന്നിട്ട് ദൈവത്തോട് ചോദിക്കണം, കർത്താവേ എനിക്കിത് മനസ്സിലായില്ല, എനിക്കിത് പറഞ്ഞു എനിക്കൊന്ന് പൊരുൾ തിരിച്ച് താന്ന് പറഞ്ഞ ദൈവം തന്നെ നമ്മളോട് സംസാരിക്കും. അത് ഇപ്പോഴത്തെ വിഷയം അറിയാതെ പറഞ്ഞു വന്നപ്പോ പറഞ്ഞ അത് കഴിഞ്ഞ ശേഷം ഇവിടെ പറയുന്നത് ഞാൻ എന്നേക്ക് എന്റെ വിശ്രാമമാക്കുന്നത്, ഞാൻ അതിന് ഇച്ഛിച്ചിരിക്കാൻ ഞാൻ അവിടെ വസിക്കും. അപ്പൊ ദൈവം ഇച്ഛിക്കുന്ന സ്ഥലത്ത്
ദൈവം വസിക്കുക തന്നെ ചെയ്യും. കുറച്ച് കഴിഞ്ഞപ്പോ സാറാമ്മ സിസ്റ്റർ, ഓ ഈ ശരീരത്തിൽ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഞാൻ പോവുക എന്ന് പറഞ്ഞ് പോകത്തൊന്നുമില്ല. അല്ലെ, അതുകൊണ്ടാണ് നമുക്ക് ദൈവം പറഞ്ഞേക്കുന്നത് സ്ഥിരമായ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകിയേക്കുന്നത്. ഇത്തിരി കഴിയുമ്പോൾ ഞാൻ അവിടെ പോയിട്ട് ഇവിടെ വരാം, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം എന്ന് പറയുന്നില്ല. നമ്മുടെ ഉള്ളിലേക്ക് സ്ഥിരമായ ഒരു ആത്മാവിനെ തന്നേക്കുന്നത്. ഈ സ്ഥിരമായ ആത്മാവ് നമ്മുടെ ഉള്ളിലിരിക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരല്ലേ, നമ്മൾ ഈ ആത്മാവിനെയും കൊണ്ടോണ്ടാ എപ്പോഴും നടക്കുന്നത്. നമ്മൾ എവിടെയൊക്കെയാ കടന്നു പോകുന്നത്, എന്തൊക്കെയാ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെയാ നമ്മൾ സംസാരിക്കുന്നത്, എന്താ നമ്മൾ കേൾക്കുന്നത്, എന്താ നമ്മൾ കാണുന്നത്, ഇതെല്ലാം ആരും കാണുന്നില്ല. ഈ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് കാണുന്നു. ആത്മാവ് അറിയുന്നുണ്ട്. ആത്മാവിനെ കൊണ്ട് നമ്മൾ നടക്കുന്നത്. ഹാലേലൂയ. അപ്പൊ ഉള്ളിലിരുന്ന് ആത്മാവിനെ ദുഃഖിപ്പിക്കാൻ നിങ്ങൾ ഇടയാക്കരുതെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് നമ്മളോട്. അപ്പൊ ആത്മാവ് ദുഃഖിക്കുന്ന ഇടവരുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കരുത്, നമ്മൾ കേൾക്കരുത്, നമ്മൾ കാണരുത്, നമ്മൾ ചെയ്യരുത്. ഹാലേലൂയ. അപ്പൊ ദൈവം എന്നേക്കും നമ്മുടെ ഉള്ളിൽ വസിക്കുകയാണ് ഇവിടെ. ഹാലേലൂയ. അവിടുത്തെ പറയുന്നത് അതിലെ ആഹാരം ഞാൻ സമൃദ്ധിയായി അനുഗ്രഹിക്കും, അതിലെ ദരിദ്രന്മാർക്ക് അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അപ്പൊ അതിലെ ആഹാരത്തെ എന്താ പറയാ, അവിടെ പറയുന്നത് ഞാൻ ആഹാരം സമൃദ്ധിയായിരിക്കും. മറ്റടുത്ത് പറയുന്നത് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, പഴയ നിയമത്തല്ല, സോറി, ഒരു പ്രവചന പുസ്തകത്തിലേക്ക് നീ നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയ, ഏറിയ നാൾ കഴിയുമ്പോ എന്താ പറയാ, അത് നിന്നിലേക്ക് മടങ്ങി വരും. ഹാലേലിയ. ഉൽപ്പത്തി പുസ്തകത്തിനടുത്ത് പറയുന്നുണ്ട്, ഉൽപ്പത്തിലാണ് പുറപ്പ് എനിക്ക് ഓർമ്മയില്ല. ഹാലേലിയ എവിടെ ഒരു വാക്യം എനിക്ക് ഒരു പ്രാവശ്യം പ്രോമിസ് കിട്ടിയതാ. ഞാൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, രോഗങ്ങളെ നിന്റെ നടുവിൽ നീക്കിക്കളയും. തറവശപ്പ് മ്യൂട്ട് ചെയ്ത് അൺമ്യൂട്ട് ചെയ്ത് പറ. ആവർത്തന പുസ്തകത്തിലാണ്, അല്ല പുറപ്പാടിന്റെയാണ്. ഉൽപ്പത്തി എനിക്ക് ഒരു പ്രാവശ്യം പ്രോമിസ് ചെയ്ത് 35 ആവർത്തനാണ്, ഓർമ്മയില്ല, അത് എവിടെ ഉണ്ട്. പുറപ്പാട് 25-നും 23-ന്റെ 25. എനിക്ക് കിട്ടിയ പ്രോമിസ് ഇപ്പോഴും എന്റെ ബുക്കിനകത്ത് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അത്ര ഉറപ്പായിട്ട്. എക്സോഡസ് 23-25 അത്. അതെ, നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ അകറ്റിക്കളയും. ഹല്ലേലൂയ. അപ്പം എപ്പോഴാ ഇത് സംഭവിക്കുന്നത്? നിന്റെ അപ്പത്തെയും വെള്ളത്തെ നീ എപ്പോഴും അനുഗ്രഹിച്ച് രോഗങ്ങളെ നിന്റെ നടുവ് നീക്കിക്കളയപ്പോഴാ നീ നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പേ. ഹല്ലേലൂയ. അപ്പൊ മറ്റു പലരെയും സേവിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ പ്രോമിസ് നമുക്ക് നിലനിൽക്കുമെന്ന് വെച്ചാൽ നിലനിൽക്കത്തില്ല. ഹാലേലൂയ. ഇവിടെ അവിടെ പറയുന്ന പുരോഹിതന്മാർ അവൻ സമൃദ്ധിയെ അനുഗ്രഹിക്കുക, അതിൽ ദരിദ്രന്മാർ അപ്പം കൊണ്ട് തൃപ്തി വരും. ഹല്ലേലൂയ. ദരിദ്രന്മാരൊക്കെ അപ്പം കൊണ്ട് തൃപ്തി വരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ ജനം മിസ്രൈമിലൂടെ യാത്ര ചെയ്തപ്പോൾ ദൈവം അവർക്ക് മന്ന പൊഴിച്ചു കൊടുത്ത്, ഒരാൾക്ക് നമ്മൾ ചില ഹോസ്റ്റലിൽ നിന്നിട്ട് എത്ര ഉണ്ടായിരുന്നു, ഹോസ്റ്റലിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ ചില സാധനങ്ങളൊക്കെ റേഷനാ. അല്ലെങ്കിൽ കാരണം രാവിലെയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 2 ദോശ അല്ലെങ്കിൽ 3 ദോശ, അല്ലെങ്കിൽ ഇന്ന പോലെ കറിയാണെങ്കിൽ ഇന്ന അതൊക്കെ ഒരു പീസ് മീൻ, ഇങ്ങനെയൊക്കെ എന്തായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ചില തൃപ്തി വരത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ ആൻമോൾക്കൊക്കെയാണ് ഹോസ്റ്റലിൽ കൊടുത്താലൊക്കെ തൃപ്തി വരത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നോൺ വെജ് ആ കാര്യങ്ങളൊക്കെ ഇച്ചിരി കൂടുതലൊക്കെ കഴിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ഒരു പീസൊന്നും കിട്ടിയ കൊച്ചിനൊന്നും ആകത്തില്ല. അല്ലെ, പക്ഷെ ഇവിടെ പറയുന്നത്, ദൈവം പറയുന്നത് മഞ്ഞ പൊഴിച്ചു കൊടുത്തപ്പോൾ പോലും കർത്താവ് എത്ര പറയുക, സമൃദ്ധിയായിട്ടാ പൊഴിച്ചു കൊടുക്കുന്നു. പക്ഷെ ഒരു കാര്യം കർത്താവ് പറഞ്ഞ്, നിങ്ങൾക്ക് തിന്നാൻ പറ്റാത്ര മാത്രം നിങ്ങൾ പറക്കാവുള്ളൂ, കൂടുതൽ പെറുക്കിക്കൊണ്ട് പോകരുത് കേട്ടോ. കൂടുതൽ പെറുക്കിക്കൊണ്ട് സൂക്ഷിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ക്രമീകരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തിന്നാൻ പറ്റുന്ന, അവിടെ കാടപ്പുരശയൊക്കെ പൊഴിച്ചെടുത്ത് പറഞ്ഞാൽ അവർ തിന്നിട്ട് മൂക്കിലൂടെ പുറത്തു വരത്തക്ക രീതി, നമ്മളൊക്കെ മൂക്ക് മുട്ട തിന്നുന്നതാണ് പറയാൻ, അതുപോലെ കഴിച്ചു. അപ്പൊ ദൈവം എല്ലാം കൊടുക്കുക. ദൈവം ഇവിടെ ദരിദ്രന്മാർക്ക് പോലും ഇങ്ങനെ സമൃദ്ധിയായിട്ട് ഇവിടെ പറഞ്ഞേക്കുന്നത് അപ്പം കൊണ്ട് ദരിദ്രന്മാർ അപ്പം കൊണ്ട് തൃപ്തി വരുത്തും. അപ്പൊ നമ്മുടെ ദൈവം എല്ലാം ചെയ്യുമ്പോൾ തൃപ്തി വരുത്ത രീതിയിലാണ് ചെയ്യുന്നത്. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ വിശ്വാസത്തിൽ വന്ന സമയത്തൊക്കെ സാമ്പത്തിക വലിയ പ്രതിസന്ധി, ഇപ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടില്ലെന്ന്, പക്ഷെ അന്നൊക്കെ ദൈവം എനിക്ക് ഇപ്പോൾ ഒരു 5000 ദിർഹംസിന് ആവശ്യം വന്നാൽ കൃത്യമായിട്ട് ആ സമയത്തും 5000 ദിർഹംസ് എൻ്റെ അക്കൗണ്ടിലെത്തും. ഒരു 50 ദിർഹംസ് കൂടും. അപ്പൊ ഞാൻ കർത്താവ് ഇത് ഭയങ്കര പിശുക്കായിട്ട് ഒരു 50 ദിർഹംസ് എക്സ്ട്രാ വെച്ചിട്ടായിരുന്നു എന്ന് ചോദിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ദൈവം എനിക്ക് ഹല്ലേലൂയ എപ്പോഴും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ശൂന്യത വരാത്ത വണ്ണം ദൈവം നമുക്ക് തരുന്നുണ്ട്. അന്നൊക്കെ കർത്താവ് അങ്ങനെ തന്ന് എന്താ പറയാ, ആവശ്യത്തിന് മാത്രം നമ്മളെ വഴി നടത്തിയിട്ടുണ്ട്.
അല്ലല്ലേ? അപ്പൊ ഇവിടെയൊക്കെ അല്ലെ, പക്ഷെ നമ്മുടെ ദൈവം അങ്ങനെയല്ല. ദൈവം എന്താ വെച്ചാൽ ഓരോ സ്റ്റേജിലും നമ്മളെ പഠിക്കും. അതിന്റെ ഇടയ്ക്ക് പിന്നെ സമൃദ്ധിയായിട്ട് ദൈവം അങ്ങ് തന്നു. അത് ഞാൻ അതേപോലെ കൊണ്ട് കളഞ്ഞു. അപ്പൊ ദൈവത്തിന് മനസ്സിൽ ഇവളുടെ കയ്യിലേക്ക് അങ്ങനെ കൊടുക്കാനായിട്ട് സമയമായിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ദൈവം റേഷൻ പോലെ നമുക്ക് തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെയൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ, ദൈവം നമ്മളെ അനുഗ്രഹിക്കുമ്പോൾ, ദൈവം നമുക്ക് എന്ത് കാര്യം ചെയ്താലും സമൃദ്ധിയായി തരും ദൈവം. ദൈവത്തിന് പിശക്കൊന്നുമില്ല. ചിലയിടത്തൊക്കെ ദൈവം പിശക്ക് പിടിക്കുന്നെങ്കിൽ നമ്മളെന്തോ ശരിയാകാത്തോണ്ടാ പിശക്ക്. പക്ഷെ നമ്മൾ അവിടെയൊക്കെ പണ്ട് വേണുപാസ്റ്റ് എപ്പോഴും പറയായിരുന്നു, അല്ലെ, ചില ഭക്തന്മാര് പ്രാർത്ഥിച്ചിട്ട് യോബ് പ്രാർത്ഥിച്ച പോലെ, ദൈവമേ എനിക്ക് അധികം സമൃദ്ധി തന്ന് നിന്നെ നിന്ദിക്കാനും, ഹാലയിലെ കുറച്ച് തന്നിട്ട് ദാരിദ്ര്യം തന്ന് നിന്നെ ശപിക്കാനും ഇടയാക്കല്ലേ, അതുപോലെ എന്നെ അനുഗ്രഹിച്ചാൽ മതിയെന്ന് ചില ദൈവദാസൻ അന്നെന്നുള്ള അപ്പം മതിയെന്ന്. അപ്പൊ പാസ്റ്റ് ഇങ്ങനെ പറഞ്ഞ, നിങ്ങള് ഹാലേലിയ ഈ എത്ര സമൃദ്ധിയായി ദൈവം അനുഗ്രഹിച്ചാലും നിങ്ങൾ ഇതുപോലെ ഇതിനെക്കാട്ടി നന്നായിട്ട് പ്രാർത്ഥിക്കുക, ദൈവസന്നിധി കാണുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചു വാങ്ങിയ, കർത്താവേ എനിക്ക് എന്റെ ഒക്കെ ഉള്ള വാഗ്ദത്തമാണ് സമൃദ്ധിയായി അനുഗ്രഹം, ആ സമൃദ്ധി എനിക്ക് വേണം. അല്ലെങ്കിൽ അത് തന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് കാണത്തില്ല. നിങ്ങൾ പറയും, കർത്താവേ എനിക്ക് അന്നുള്ള അപ്പം തന്നാ മതിയെന്ന്. അല്ലെ, കാരണം ഇത് തരുന്നത് എന്തിനു ഉദ്ദേശിച്ച, എന്തിനും ബേസ് ചെയ്തെന്ന് വെച്ചാൽ ദൈവത്തിന് ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ സ്വഭാവത്തെ ബേസ് ചെയ്തിട്ടാണ്. അപ്പൊ പലരും പറയാണ്, അമ്മ ഞങ്ങൾക്ക് എന്നും ദാരിദ്ര്യം തന്നെ സിസ്റ്റർ എന്ന് പറയുന്നെങ്കിൽ കർത്താവിനറിയാം ഇതുണ്ടെങ്കിലേ നിന്നെ നാളെ ഈ സമയത്ത് ഇവിടെ കാണത്തുള്ളൂ. അല്ലെ, അത് സമൃദ്ധിയായിട്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ഈ വഴിക്ക്, നമ്മൾ പറഞ്ഞ അമൂൽ സ്പ്രേ പരസ്യം പറഞ്ഞത്, പിന്നെ ഈ വഴിക്ക് നിന്നെ കാണത്തില്ല എന്ന് ദൈവത്തിന് അറിയാവുന്നുണ്ടെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാം ചോദിച്ച് നമ്മളൊക്കെ ഇന്നിവിടെ കാണുമായിരുന്നു. ഈ ഉറക്കം കളഞ്ഞ് ഇപ്പൊ നന്നായിട്ടും സുഖമായിട്ട് കിടന്ന് ഉറങ്ങേണ്ട സമയത്ത് 3 മണി സമയത്ത് എഴുന്നേറ്റ് കുത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇല്ല. ചോദിച്ചെല്ലാം തന്നിട്ടില്ല ദൈവം. കാരണം ചിലതൊക്കെ പെൻഡിങ് വെച്ചേക്ക. എന്താന്ന് വെച്ചാ ദൈവത്തിന് ഏറ്റവും വലിയ ആഗ്രഹം എന്താന്ന് പറയട്ടെ? നമ്മളെപ്പോഴും ദൈവത്തോട് കൂടെ ചേർന്നിരിക്കുക. അല്ല, ദൈവത്തിന് ഈ സമ്പത്തോ, ഈ സമൃദ്ധിയോ, പൊസിഷനോ ഒന്നും ദൈവത്തിന് വിഷയമല്ല. ദൈവത്തിന് ഒരു നൊടി നേരം പോലും വേണ്ട. അല്ല, നമ്മളെ ഇവിടുത്തെ അംബാനിയെക്കാട്ടിയൊക്കെ വലിയവരാക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് നമ്മൾ കാണുന്ന എല്ലാ പണക്കാരും ഇവിടെ കാണുന്ന ഏറ്റവും ഏറ്റവും വലിയ പണക്കാരനാരാ ഇപ്പൊ കേരളത്തില്? യൂസുഫ് അലിയൊക്കെ പോയി. ഇപ്പൊ സ്വർണത്തിന്റെ വില കൂടിയപ്പോ യോയാലിക്കാസായി മുമ്പില്. മനസ്സിലായില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ വർഷം വരെ യൂസുഫ് അലി ഈ വർഷമായപ്പോ യോയാലിക്കാസ് കയറി. കാരണം സ്വർണത്തിന് ഭയങ്കര വില കൂടി. ഹല്ലേലൂയ. പുള്ളി അങ്ങ് പൊങ്ങിപ്പോയി. 35 ബില്യൺ എന്നൊക്കെ പുള്ളി ഇപ്പൊ 75 എത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ആമേൻ. അപ്പൊ ഇതുപോലെ ദൈവത്തിന് ഒരു നിമിഷം മതി മാറ്റി മറിയല്ല അനുഗ്രഹിക്കാൻ എന്നൊക്കെ നമുക്ക്. അപ്പൊ ഇവിടുത്തെ ഇപ്പഴത്തെ ആൾക്കാരൊന്നും പെന്തക്കോസ്തുകാരല്ല എന്തായാലും. പെന്തക്കോസ്തുകളുടെ സ്വഭാവം ശരിയാകാത്തോണ്ട് പെന്തക്കോസ്തുകാരാകാത്തത്. അല്ലെങ്കിൽ ദൈവത്തിന് പെന്തക്കോസ്തുകാരെ കൊടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ദൈവത്തിന്റെ മക്കൾക്ക് കൊടുക്കാൻ ദൈവം ആർക്കെങ്കിലും കൊടുക്കുവോ? ഇല്ല. പക്ഷെ നമ്മുടെയൊക്കെ സ്വഭാവം ശരിയല്ലാത്തോണ്ടാ കിട്ടാത്തെ. കാരണം വെച്ചാ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നാളെ തുടങ്ങിയിട്ട് ചിലപ്പം ഞാനും കമ്പ്യൂട്ടറും മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂന്ന് ദൈവത്തിനറിയാം. അല്ലെ, പ്രാർത്ഥിക്കണമെങ്കിൽ. ആമേൻ. അതുപോലെ നമ്മുടെയൊക്കെ ഓരോ ജീവിതത്തിലും ഞാൻ തമാശകള് പറയുന്നെങ്കിൽ എന്താ വെച്ചാ, ദൈവം ഇന്നലെ ഹാലയിലെ എനിക്ക് രാത്രി തന്നത്, ഞാൻ രാത്രി ഇത് വായിച്ചത്. കാരണം 2026 നമ്മൾ കിടക്കാൻ പോവാം. നമ്മൾ കേട്ട ഒരുപാട് വാഗ്ദത്തങ്ങൾ ഇന്നും പെൻഡിങ്ങാ. ഹാലയിൽ എന്തുകൊണ്ട് അത് പെൻഡിങ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തിൽ ക്രമീകരിക്കപ്പെടേണ്ട കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കണം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഒരു ഉറപ്പ് വേണം. ദൈവം നമ്മളെ അനുഗ്രഹിച്ചാലും, എത്ര സമൃദ്ധിയെ അനുഗ്രഹിച്ചാലും, ഇന്ന് ഞാൻ കാണിക്കുന്ന ഈ സ്നേഹവും വിശ്വസ്തതയും ഹാലേലിയ, ഇതെല്ലാം വിശ്വാസം എല്ലാം ഇത് വർദ്ധിച്ചേ വരുവോളെന്ന്. അതൊക്കെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ദൈവത്തിനറിയാം. നമ്മളിപ്പോ പറയും, കർത്താവെ ഞാൻ അങ്ങനെയായിരിക്കും, ഞാൻ ഇങ്ങനെയായിരിക്കും. കർത്താവ് പറയുമ്പോഴേ കർത്താവിനറിയാം നമ്മൾ എങ്ങനെയായിരിക്കുമെന്നും എന്തായിരുന്നെന്നും ഇനി എന്താകുമെന്നും എല്ലാം അറിയാം. അപ്പൊ അതുകൊണ്ട് കർത്താവിന് പറ്റും. അപ്പൊ സമൃദ്ധി, ഹാലേലിയ, ഞാൻ പ്രോസ്പിരിറ്റി പ്രീച്ചർ ഒന്നും അല്ല, പക്ഷെ ഞാൻ പറയാം സമൃദ്ധി നമുക്കുള്ളത് തന്നെയാണ്. കൊരിന്ത ലേഖനത്തിൽ പറയുന്നത്, നമ്മൾ സമ്പന്നരാകാൻ വേണ്ടി അവൻ ദരിദ്രനായി തീർന്നത് അല്ല. പക്ഷെ ഇന്നും സാമ്പത്തികമായിട്ട് ഏറ്റവും പിന്നോക്കം കിടക്കുന്ന ആരാന്ന് ചോദിച്ചാൽ പെന്തക്കോസ്ത് വിശ്വാസികളാണ്. ഞാൻ സംസാരിക്കുന്ന പലരും എനിക്കറിയാം. അവർ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവർ, വർഷങ്ങളായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. ആമ എവിടെയൊക്കെയോ ദൈവത്തിന്റെ കൃപ കൊണ്ട് അല്ലെങ്കിൽ നടന്ന് ജീവിച്ചു പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ കാണുന്ന ഭൂമി അതിന്റെ പൂർണ്ണതയും എന്റെ യഹോവയ്ക്കുള്ളതാകുന്നു എങ്കിൽ പ്രോസ്പെരിറ്റി ഫീച്ചേഴ്സ് പറയുന്നത് ഇത് നമ്മുടെ അപ്പന്റെ, അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെയാന്നല്ല. പക്ഷേ ദൈവത്തിന് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ലാന്ന് മനസ്സിലാക്കണം. ഇന്നും പക്ഷെ ദൈവം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്ന കേരളത്തിലാണ്, ഇന്ത്യയിലാണെങ്കിലും വേൾഡിലാണെങ്കിലും ഏറ്റവും സമ്പന്നരായിട്ട് ആൾക്കാരൊന്നും വിശ്വാസികളല്ല, ദൈവത്തിന്റെ മക്കളല്ല. അല്ല, അത് ഞാൻ എപ്പോഴും പറയും, നല്ല പണ്ട് നമ്മുടെ രജനാരായണ ഭാഷ, വിജയ ഭാഷ, ഞങ്ങൾ എല്ലാവർക്കും ഒരു ദിവസം പറയായിരുന്നു,
എന്തുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വലിയ പൊസിഷൻസിലേക്ക് എത്തുന്നില്ല? കാരണം ഇപ്പൊ IAS IPS ആമേഹാല അങ്ങനെ ഓരോ, അല്ലെങ്കിൽ ഏറ്റവും ആമേഹാലില് നല്ല പണ്ടത്തെ കാലത്ത് രാജാക്കന്മാര് ജാതി ഈ എന്താ പറയാ അടിമകളായി പോയ രാജ്യത്ത് പോലും കാണണം അവിടെ ആത്മാവുള്ളവരെ ഭരിച്ചത് അല്ലേ? യോസഫ് മിസ്രൈമിലെ നമ്മൾ പറയാം പ്രധാനമന്ത്രി പദവിയിലിരുന്നു. യോസഫിന്റെ വിദ്യാഭ്യാസം എന്തായിരുന്നു? യോസഫിൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നുള്ള ഒറ്റ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നത്. ദാനിയേലിന്റെ പുസ്തകം എടുത്തു നോക്ക്, അല്ലെങ്കിൽ നെഹമ്യാവിനെ, അങ്ങനെ ഓരോ ആൾക്കാരും നോക്ക്. അവർ ചെന്ന് പ്രവാസത്തിൽ ചെന്ന് അടിമകളായി ചെന്നിരിക്കുന്ന സ്ഥലത്ത് പോലും ഇന്നിപ്പോ നമ്മൾ പറഞ്ഞ നമ്മുടെ ഭാഷയിൽ പറഞ്ഞ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞ ഇപ്പൊ ബംഗാളികളൊക്കെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കേരള മുഖ്യമന്ത്രി ആകുന്നത് പോലെയും, അല്ലെങ്കിൽ എന്താ പറയാ പല മന്ത്രിമാരാകുന്ന പോലെയൊക്കെ, അല്ലെങ്കിൽ നമ്മുടെ കളക്ടർമാരാകുന്ന പോലെ ഒരു പൊസിഷൻ. അല്ല, ഇന്ന് ആരെങ്കിലും ഇവിടെ നിന്ന് ബംഗാളിൽ പിടിച്ചിരുത്തോ? ഇല്ല. കാരണം എന്താ പറയാ, അവർക്കറിയാം അവർക്ക് ഇത്രയൊക്കെ അറിവുള്ളൂന്നും ബുദ്ധിയുള്ളൂ എന്നൊക്കെ മനസ്സിലാവും. പക്ഷേല് ഇവിടെ അതുപോലെ പണിയെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയും പോലും സ്വാതന്ത്ര്യം, അവർക്ക് സ്വാതന്ത്ര്യം, അവർക്ക് ഇഷ്ടമുള്ള വീട്ടിൽ പോകാൻ വരാം. പക്ഷെ അവർക്ക് അങ്ങനെ പോലും പല സ്വാതന്ത്ര്യം, അടിമയായിട്ട് ചെന്ന സ്ഥലങ്ങൾ അവിടെയൊക്കെ. അവിടെയൊക്കെ ഭരിച്ചത് ഹാലേലി ആമി. അവര് ഭരിക്കാനായിട്ട് അവരുടെ ഉള്ളിൽ ഒരൊറ്റ ക്വാളിഫിക്കേഷൻ അവർക്ക് ഉണ്ടായിരുന്നു. എന്താ പറയാ, ഇവിടെ ദാനിയേലിനെ കുറിച്ച് പറഞ്ഞ അവൻ നിഷ്കളങ്കനായിരുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവുള്ളവനായിരുന്നു. അതുപോലെ ഓരോ ആൾക്കാരെ കുറിച്ച്. അപ്പൊ അവരൊക്കെ അന്ന് ഇരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇന്നും നമ്മുടെ മക്കളൊന്നും വരുന്നില്ല? അപ്പോഴന്നിങ്ങനെ വന്നിട്ട് പറഞ്ഞ, എടി മോളെ നീ IAS എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇവളെ അതിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വിട്ടിട്ട് പിന്നെ അവളെ ദൈവം മടക്കി കൊണ്ടുവന്നത്. ദൈവത്തിന്റെ പർപ്പസ് എന്തോ ഉള്ളത് കൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് അവൻ ദൈവ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തേക്കുന്ന ജ്ഞാനം ദൈവം ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? ദൈവത്തിന്റെ ആത്മാവുള്ളവർക്കുള്ള ജ്ഞാനം മറ്റാർക്കെങ്കിലും ഉണ്ടോ? ഇല്ല. കാരണം എന്താ? ദൈവത്തിന്റെ ആത്മാവ്, ജ്ഞാനാത്മാവാണ് നമ്മളീ കാണുന്ന ഭൂമി സകലത്തെയും സൃഷ്ടിച്ചേക്കുന്ന. അല്ലെ, നമ്മുടെ സദൃശ്യഭാഗങ്ങൾ പ്രോവേഴ്സിലെ 8-ാം അധ്യായത്തിൽ വായിച്ചു നോക്കി മനസ്സിലാക്കും. ഈ കാണുന്ന സകലത്തിന്റെ ആർക്കിടെക്ട് ജ്ഞാനാത്മാവായിരുന്നു, ദൈവത്തിന്റെ ജ്ഞാനമായിരുന്നു. അല്ലെ, ആ ജ്ഞാനത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളിരിക്കുമ്പോൾ ആ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടിട്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ ജ്ഞാനം ശരിയായ രീതിയിൽ വെളിപ്പെടുന്നില്ല. എന്താ കാര്യം എന്നറിയാ? അതിന് ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ടാ, ആത്മാവിനെ അനുസരിക്കാത്തത് കൊണ്ടാ, ആത്മാവിന് പൂർണ്ണമായി നമ്മൾ സറണ്ടർ ആകാത്തത് കൊണ്ടാ. ഹാലേലിയ. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത എത്ര ദൈവദാസന്മാരെ നമ്മൾ കണ്ടേക്കുന്നത്, എത്ര ലാംഗ്വേജിൽ അവർ പ്രസംഗിക്കുന്നേക്കാം. ഞാനീ പറഞ്ഞ വേണുദാസ് പാസ്റ്റർ പോലും 8-ാം ക്ലാസ് പാസ്സായിട്ടില്ല. അദ്ദേഹം എത്ര ഭാഷകൾ പ്രസംഗിക്കും. ഒമാനിലെ അവിടുത്തെ സുൽത്താന്റെ 5-ാമത്തെ കമ്പനിയുടെ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, MD ആണ് പുള്ളി. അവിടുത്തെ ഇന്നത്തെ ഏറ്റവും ബിഗ്ഗസ്റ്റ് 5-ാമത്തെ കമ്പനി. അവിടെ പോയത് എന്തിനാണെന്നറിയോ? ജോലിക്ക് പോയെന്തായിരുന്നറിയോ? ഈ തകിടടിച്ചു കൂട്ടുന്ന ലേബർ പണിക്ക് പോയതാ. ആ തകിടടിച്ചു കൂട്ടുന്ന ലേബർ പണിക്ക് പോയ മനുഷ്യനെ നമ്മൾ യോസഫിന്റെ ഒക്കെ ജീവിതത്തിൽ പറയുന്ന കണക്കാ, ആ 8-ാം ക്ലാസ് പോലും പാസ്സാകാത്ത മനുഷ്യനെ അവർ ജർമ്മനി വിട്ട് ട്രെയിനിങ് കൊടുത്ത് ആ കമ്പനിയുടെ GM ആക്കി വെച്ചു. ഏറ്റവും തലപ്പത്തെ ആയിരക്കണക്കിന് ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ അവിടുത്തെ സുൽത്താന്റെ കമ്പനിയിലെ GM ആക്കി വെച്ചു. പിന്നെ പുള്ളി വളർന്ന് പുള്ളി ഇപ്പം സ്വന്തമായിട്ട് വലിയ കമ്പനിയും ഭയങ്കര സൗകര്യങ്ങളിലൊക്കെയാണ്. പക്ഷേ അവിടെ അന്ന് ചെന്നപ്പം പുള്ളിയുടെ പ്രത്യേകത എന്തായിരുന്നു? എനിക്ക് സാക്ഷി, ഞാനിത് പറയുന്നത് എന്തിനാന്ന് എനിക്കറിയത്തില്ല, എന്നാലും സാക്ഷി എന്താ വെച്ചാൽ, പുള്ളി ചോദിച്ചു വാങ്ങിച്ചു ലേബർ പണിക്ക് തകിടടിക്കുന്ന പണി മതി. പക്ഷെ തകിടടിക്കുമ്പോൾ പുള്ളി പറയുന്നത് കൊച്ചത്തിൽ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പറ്റും, അത് ആരും കേൾക്കത്തില്ല. അപ്പൊ പുള്ളി ഈ തകിടടിക്കുന്ന പണി, അവിടെ ഈ കാറൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്ന വലിയൊരു കമ്പനി. അപ്പൊ അന്നേരം ഇത് അടിച്ചു കൂട്ടുമ്പോൾ ഈ സൗണ്ട് കാരണം മറ്റാരും കേൾക്കാതെ ഉച്ചത്തിൽ അന്യഭാഷ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പുള്ളി പണിയെടുക്കുന്നത്. രാത്രിയാകുമ്പോൾ എല്ലാവരും അന്ന് ഈ കോട്ട ക്യാബിൻസ് പോലെ ചെറിയൊരു ഇതില് ബെഡ് സ്പേസ് പോലെ അങ്ങനെ ഒരു അക്കോമഡേഷൻ ഇടത്തിനകത്ത് ഒരു റൂമിൽ തന്നെ 5-6 പേരൊക്കെ ഉള്ള അവിടെ നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. രാത്രിയാകുമ്പോൾ കലയിലെ കുറച്ച് പേപ്പറും എടുക്കും, മറ്റുള്ള പെയിന്റ് ഒക്കെ അടിക്കാൻ വിടുന്ന പേപ്പറും എടുത്തിട്ട് മുൾച്ചെടിയുടെ ഒക്കെ അടിയിൽ പോയിട്ട് മരുഭൂമിയിൽ ആ ഡെസർട്ടിൽ പോയി അവിടെ വിരിച്ചിട്ട് അവിടെ ഇരുന്നിട്ട് രാത്രി മൊത്തം അന്യഭാഷയെ പ്രാർത്ഥിക്കും. അദ്ദേഹത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ്. അദ്ദേഹം വിശ്വാസി വന്ന പക്ഷേ ഇന്ന് വരെ അദ്ദേഹം ഒരു സഭാരാധന മുടക്കിയിട്ടില്ല. ഇപ്പൊ 65 വയസ്സ് കാണുമായിരിക്കും ഏകദേശം. അപ്പൊ ഇതുവരെ ഒരു സഭാരാധന പുള്ളി മുടക്കിയിട്ടില്ല.
അവിടെ ഇപ്പോൾ 800 രൂപയ്ക്ക് 80 റിയാലിനോ ഹലക്കൊക്കെ ജോലി ചെയ്യുന്ന സമയം തുടങ്ങി ഇന്ന് കോടീശ്വരനായിട്ടും ഹല്ലേലൂയ ആമേ ഇന്ന് സ്വന്തമായ കമ്പനികളാണ്, ലോകം മുഴുവൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഉള്ളപ്പോഴും ഒത്തിരി എന്താ ഏഷ്യയുടെ തന്നെ എന്തൊക്കെയോ പെന്തക്കോസ്തിന്റെ എന്തൊക്കെയോ ഇതാണ് പുള്ളി. ഇതെല്ലാം ആയപ്പോഴും പുള്ളി ഒരു സഭാരാധന മുടക്കിയിട്ടില്ല. ദൈവത്തിന് കൊടുക്കേണ്ട സമയം ഒരിക്കൽ പോലും മാറ്റി വെച്ചിട്ടില്ല. അദ്ദേഹത്തിന് ആത്മാർത്ഥമാണ്. ഞാൻ പറഞ്ഞത് ഞാനും മോളും ഒക്കെ ഏകദേശം ഒരു സമയത്ത് ഞങ്ങൾ കുറച്ച് ഡെസ്പറേറ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ 90 ഡേയ്സ് പ്രെയർ തുടങ്ങുന്ന അതേ ദിവസം ആ അന്ന് ഞങ്ങളെ വിളിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ അദ്ദേഹം ഫ്രീ ആകുന്ന രാത്രിയാകുമ്പോൾ ഒത്തിരി പേര് മെന്റർ ചെയ്യുന്നുണ്ട്. രാത്രിയാകുമ്പോൾ വിളിച്ച് ഗൂഗിൾ മീറ്റ് ഫോണിൽ വിളിച്ചിട്ട് ഏകദേശം ഞങ്ങൾക്ക് 2-3 മണിക്കൂർ ഞങ്ങൾക്ക് വേണ്ടി വചനം സംസാരിക്കും. ഞങ്ങൾക്ക് രണ്ടുപേരെ മാത്രമേ ഇരുത്തി വചനം സംസാരിച്ച് ഞങ്ങളായിരുന്ന സിറ്റുവേഷൻ ഞങ്ങളെ പൊക്കിയെടുത്ത് കൊണ്ടുവന്ന് പിന്നെ ഞങ്ങൾക്ക് ഫാസ്റ്റ് എന്താ ഫാസ്റ്റ് ഇപ്പൊ എന്തിനാ ഞാൻ വിളിക്കുന്നത്, നിങ്ങളൊക്കെ ഡബിൾ ഓക്കെ അല്ലേ? ആ ഓക്കെ അല്ലാതിരുന്നൊരു സമയത്ത് സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് സ്വന്തം കാശ് ആദ്യമൊക്കെ ഫോണിലായിരുന്നു വിളിക്കുന്നത്, സ്വന്തം കാശ് സ്പെൻഡ് ചെയ്ത് ഞാൻ എന്നിട്ട് ആ ഫാസ്റ്റ് ഇങ്ങോട്ട് ഫോൺ വിളിക്കുമ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കാൻ പോകുമ്പോൾ ഫാസ്റ്റിൽ ഞാൻ വിളിച്ചോളാം. ഞാൻ പറയാം ആദ്യമായിട്ട് ഒരു ഫാസ്റ്റ് കട്ട് ഇങ്ങോട്ട് ഫോൺ വിളിക്കും, ബാക്കി എല്ലാവരും ഹൈയസ്റ്റ് ആണ് മിസ് കോൾ അടിക്കലെ പരിപാടിയുള്ളൂ ഫാസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വിളിച്ചത്. 2-3 മണിക്കൂറൊക്കെ ഹാലേലിയ ഹൈയസ്റ്റ് ഞങ്ങളെ രണ്ടുപേരും ഒരുപോലെ ഇരുത്തി ഹാലേലിയ ഞങ്ങൾക്ക് വേണ്ടി അതെന്താ അദ്ദേഹത്തിന്റെ ഹൃദയത്തെ ദൈവം കൊടുത്തൊരു ഭാരം എന്താ, നമ്മൾ അത് ഇച്ചിരിയെങ്കിലും പുറകോട്ട് പോകാനായിട്ട് അനുവദിക്കത്തില്ല. അതുകൊണ്ടല്ലേ നമ്മൾ ഇന്ന് ആരെങ്കിലും ഒരു വിഷമത്തോടൊക്കെ വിളിക്കണം 2-3 മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട്. കാരണം സ്പെൻഡ് അവരോട് സംസാരിക്കും, അവർ ഉറപ്പിക്കും ഹാലേലിയ. ഇത് ദൈവം ഓരോരുത്തരും നമുക്ക് കാണിച്ചു തന്നെ. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഇത് വേണം. ഫാസ്റ്റ് സാക്ഷി ഞാൻ പറയാൻ കാര്യം അവിടെ ക്വാളിഫിക്കേഷൻ അല്ല മറ്റൊന്നുമല്ല അദ്ദേഹത്തെ ഉയർത്തിയത്. ഒറ്റ കാര്യം, അന്യഭാഷയെ സംസാരിക്കുമായിരുന്നു, മണിക്കൂറുകൾ അന്യഭാഷയെ സംസാരിക്കുമായിരുന്നു. ഒറ്റ ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തെ കൊണ്ടുവന്നത്. അത് എപ്പോഴും പറയുന്നത് ഹല്ലേലൂയ. അപ്പം മറ്റൊരു ക്വാളിഫിക്കേഷൻ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ എത്തുന്നില്ല എന്ന് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെ നമുക്ക് അങ്ങനെ എത്താൻ കഴിയുന്നില്ലെന്ന് ചോദിച്ചാൽ, നമ്മുടെ എവിടെയോ ഒക്കെ നമ്മുടെ ഒരു ആ സിൻസിയറിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. നമ്മളൊക്കെ ചെയ്യുമ്പോൾ എന്തൊക്കെയോ ചടക്ക് പോലെ. പക്ഷെ നമ്മൾ അങ്ങനെയാ 2025 2026 കടക്കുമ്പോൾ നമ്മൾ പൂർണ്ണ ഹൃദയത്തോട് എന്ത് ചെയ്യുമ്പോഴും പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന് വേണ്ടി ചെയ്യുമെന്നൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്തണം. സമയം ഒരുപാട് മുമ്പോട്ട് പോയി. അത് പറഞ്ഞിട്ട് ഇവിടെ പറഞ്ഞെന്താ, എന്നിട്ട് അതിലെ പുരോഹിതന്മാരും രക്ഷ ധരിപ്പിക്കും, അതിലെ ഭക്തന്മാർ ഘോഷിച്ചുല്ലസിക്കും. ഇതിനകത്ത് ഒരു ആത്മീയ മർമ്മം പോലെ ഇതിനകത്ത് കിടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ സിയോൻ എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്ത് ഹാലേലിയ നമ്മുടെ കർത്താവിലൂടെയുള്ള രക്ഷയെക്കുറിച്ച്, യേശു കർത്താവിനെ കുറിച്ച്, മെശിഹായെ കുറിച്ച് തന്നെ ഇവിടെ പറയുന്നത് ഹാലേലിയ. അതുകൊണ്ട് താഴേക്ക് എന്നേക്ക് അവരെ രക്ഷ ധരിപ്പിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞ അവിടെ എന്നിട്ട് ഞാൻ ദാവീദിനൊരു കൊമ്പ് മുളപ്പിക്കും, എന്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ടുണ്ട്. പലയിടത്തും നമ്മൾ കാണാറ് ദാവീദിന്റെ കൊമ്പ് ആരാ? നമ്മുടെ കർത്താവ് യേശുക്രിസ്തു. മശിഹായെ കുറിച്ച് അടക്കം പറയുന്നത് ഹാലേലൂയ. ഈ മശിഹ നമ്മളിലൂടെയാണ് നമുക്ക് രക്ഷ. എന്നിട്ട് ദാവീദിന് കൊമ്പ്, എന്നിട്ട് എന്റെ അഭിഷേകത്തിന് ഒരു ദീപം ഒരുക്കിയിട്ട്. ആരെ അഭിഷേകത്തിന് എന്ന് വെച്ചാൽ ദാവീദല്ലത്. ഇവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച്, മശിഹായെ കുറിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. എന്റെ അഭിഷേകത്തിനൊരു ദീപം ഒരുക്കിയിട്ട് ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും. എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിനോട് മത്സരിക്കുന്ന ആരാണെങ്കിലും ലജ്ജ ധരിക്കും. ഏത് സുവിശേഷ വിരോധി നിങ്ങൾ എടുത്തു നോക്കിക്കോ ഹാലേലിയ. ആരൊക്കെ ഞാൻ പറയാം, പണ്ട് എനിക്കും വലിയ ഇതൊന്നും ആരെങ്കിലും ബൈബിളൊക്കെ കൊണ്ട് ഇതുവഴിയൊക്കെ പോകുന്ന സമയത്തൊക്കെ അടുപ്പിക്കത്തില്ലായിരുന്നു. കാരണം എന്താ കേട്ടെ, ഇവിടെ പിടിച്ചോണ്ടിരിക്കുകയല്ലേ മറ്റേ ആളിനെ. കൊന്തയും കയ്യിൽ കൊന്തയും കഴുത്തെ കൊന്തയും കാറിൽ കൊന്ത, ബാഗിൽ കൊന്ത, പേഴ്സിൽ കൊന്ത, എവിടെയെല്ലാം കൊന്തയിട്ടുണ്ട് നടക്കുന്ന സ്വഭാവമായിരുന്നു ഹാലേലിയ. അപ്പോഴൊക്കെ നമ്മൾ പക്ഷേ എന്നെ കൊണ്ട് തന്നെ ദൈവം ഇത് ചോദിപ്പിക്കാൻ. ഇപ്പൊ ഞാൻ പറയാം, ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആ സമയം തുടങ്ങിയിട്ട് ഇന്ന് വരെ എൻ്റെ ബൈബിളില്ലാതെ ഞാൻ ഒരിടത്തേക്ക് യാത്ര ചെയ്തിട്ട്, അത് ഇന്റർനാഷണൽ ആകട്ടെ, ഇവിടെ കൊല്ലത്ത് വരുന്ന പോകുമ്പോഴാകട്ടെ, ഇതെന്റെ ബാഗിൽ കാണും. കാരണം അന്ന് ഇതെടുക്കാൻ മടിച്ചൊരു ദൈവം ഇപ്പം താഴെ വെക്കാതെ ചോപ്പിക്കുന്നുണ്ട് ഹാലേലിയ. അന്ന് ഞാൻ എടുത്ത തീരുമാനം ഹാലേലിയ. കാരണം ഞാൻ എവിടെ പോയാലും ഇതെന്റെ കൂടെ ഉണ്ടാകുന്നായിരുന്നു. അപ്പൊ എന്റെ അമ്മയൊക്കെ എപ്പോഴും വഴക്ക് പറയും, നീ എന്തിനാണ് ഇത് എപ്പോഴും ചുമന്ന് നടക്കുന്നത്, ചുമ്മാ അല്ല നിനക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ബാഗിനകത്ത് ഇട്ട് ഞാൻ ഇതിട്ടുള്ള പെയിൻ അങ്ങ് വന്നോട്ടെന്ന് ഞാൻ പറയും ഹാലേലിയ. കാരണം ഇതെപ്പോഴും നമ്മുടെ കൂടെ ഹാലേലിയ. അന്ന് പണ്ടിത് കൈകൊണ്ട് എടുക്കാൻ മടിച്ചതിന്റെയാണ്. അന്നൊക്കെ ബൈബിളൊന്നും വായിക്കത്തതേ ഇല്ല. ഞാൻ കൊച്ചിനോട് ചോദിച്ചറിയാം, ബൈബിളൊന്നും വായിക്കാതെ ഒരു കെട്ട് നൊവേന പുസ്തകം ഉണ്ടാകും. കത്തോലിക്കർക്ക് അങ്ങനെ ഗുണമുണ്ട് കേട്ടോ. ആഴ്ചയിൽ എല്ലാ ദിവസവും 7 ദിവസം ഉണ്ട്. ഒരു ദിവസം സഭാരാധന ഉള്ളതുകൊണ്ട് ഈ പറയുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം മാത്രം നൊവേനയില്ല, ബാക്കി എല്ലാ ദിവസവും നൊവേനയുണ്ട്.
തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ച വെള്ളിയാഴ്ച ശനിയാഴ്ച വരെ ഉണ്ട്. ഹാലേലൂയ. അപ്പൊ ഇതെല്ലാം നിരത്തി വെച്ചിട്ട് ഓരോ ദിവസം എടുത്ത് വായിക്കലും പരിപാടിയൊക്കെ. പക്ഷേ അന്നൊന്നും നമ്മൾ ബൈബിൾ കൈകൊണ്ടു. പക്ഷെ ഇന്ന് അതൊരു ബൈബിൾ അല്ലാതെ മറ്റൊന്നും തൊഴും ദൈവം അനുവദിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ പറയുന്നത്, ആമേ, ഞാൻ ദാവീദിന് കൊമ്പ് എന്റെ അഭിഷേക ദീപം ഒരുക്കട്ടെ, ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും, അവന്റെ തലയിലോ കിരീടം ശോഭിക്കും. ഹാലേലൂയ. ആടെ തലയിലായി കിരീടം ശോഭിക്കുന്നു. ആമേ, അഭിഷിക്തന്റെ കിരീടത്തെ ഹാലയില് നമുക്ക് ആർക്കും മാറ്റാൻ പറ്റത്തില്ല. ആ കിരീടത്തിന്റെ പ്രഭയെ ഹാലയില് ആമേ ആർക്കും എടുത്തു കളയാൻ പറ്റും. ഞാൻ പറയുന്നത്, ആ ദാവീദിന്റെ സിംഹാസനത്തിലേക്ക് തന്നെയാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആവുന്ന കൊമ്പ്. ഹാലേലൂയ. അത് വീണ്ടും ഹാലേലൂയ ഭൂമിയിൽ ഭരണം ചെയ്യാൻ വരുമ്പോഴും ആരുടെ കൊമ്പിനെ കുറിച്ചാണ് പറഞ്ഞേക്കുന്നത്? ആമേ, കർത്താവ് യേശു ക്രിസ്തുവിനെ കുറിച്ച്. അപ്പൊ നമ്മൾ ഓരോരുത്തരും കർത്താവ് യേശു ക്രിസ്തു ൂടെ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നമ്മളെയൊക്കെ ഇന്ന് ലജ്ജിപ്പിക്കാൻ നോക്കുന്നവര് ലജ്ജ ധരിക്കും. ഹല്ലേലൂയ. അപ്പൊ നമ്മളെ മേൽ ദൈവം വെച്ചേക്കുന്ന ആ കിരീടങ്ങൾ ഒരിക്കലും വാടിപ്പോകത്തില്ല. ഒരിക്കലും നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല. നമ്മൾ ഹാലേലൂയ എന്നിട്ട് ശത്രുക്കൾ ലജ്ജിക്കും, അവന്റെ തല കിരീടം ശോഭിക്കും. നമ്മൾ ശോഭിക്കേണ്ട കിരീടം ഏതാന്ന് ചോദിച്ചാ ഏത് കിരീടമാ? അങ്ങനെ ജലമ കിട്ടുന്ന കിരീടത്തെ കുറിച്ചല്ല പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തു നമ്മളിലൂടെ ശോഭിക്കണം. ആ കിരീടമാണ് നമ്മളിലൂടെ വെളിപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ ഹാലേലൂയ 2024 നമ്മൾ കടക്കുമ്പോൾ ഹാലേലൂയ നമുക്ക് പ്രോമിസ് ആയിട്ട് ഈ ഒരു വാക്യം ഹാലേലൂയ നമുക്ക് ഇവിടെ കർത്താവ് യേശു ക്രിസ്തുവിനുള്ള പ്രോമിസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തുവിനോട് കുറിച്ച് പറയും, ഇന്ന് യേശു ക്രിസ്തുവിന്റെ റെപ്രസെന്റേറ്റീവുകളായി ഭൂമിയിലാക്കി നമ്മൾ ഓരോരുത്തർക്കുള്ള വാക്തത്വമായത്. ഹാലേലൂയ. ഞാൻ അവന്റെ ശത്രുക്കളെ ലജ്ജ ധരിപ്പിക്കും. നമുക്ക് ശത്രു ആരാന്ന് വെച്ച് നേരത്തെ പറയുന്നത് നമുക്ക് ആരുടെയും മുഖമൊന്നും മനസ്സിലൂടെ പോകണ്ട. നമ്മളെ നിന്ദിച്ചരെയും പരിഹസിച്ചരെയും കുറിച്ചൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ഒരൊറ്റ ശത്രുവേ ഉണ്ട്. ആ ശത്രു പിശാചാണ്. യേശയ്യാപ്രവചനം 60-ാമത്തെ അതിനകത്ത് പറയുന്ന കണക്ക് അവൻ വന്ന് കാല് പിടിച്ച് നമസ്കരിപ്പോ നമ്മൾ ഇന്ന ആള് എന്നെ അന്ന് പുച്ഛിച്ചത് പുള്ളി വന്ന് കാല് പിടിക്കുമായിരിക്കും എന്ന് ചിന്തിക്കരുത്. നമുക്ക് നമ്മളില് ഓരോ വ്യക്തിയിലൂടെയും വ്യാപരിക്കുന്ന പ്രവർത്തിക്കുന്നത് പിശാച് മാത്രമാണ്. അതുകൊണ്ട് ആ ശത്രു ലജ്ജ ധരിക്കും. പണ്ടൊരിക്കലും ദേവാസം പ്രസംഗിച്ച് പറഞ്ഞ നമ്മുടെ 23 സങ്കീർത്തനത്തിൽ പറഞ്ഞ, ഞാൻ ശത്രുവിൽ മേശ ഒരുക്കും എന്ന് പറഞ്ഞ നമ്മൾ മേശ ഒരുക്കി നമ്മൾ കഴിക്കുമ്പോൾ പിശാച് അവിടെ നിന്നോണ്ട് കാണുന്നുണ്ടാവും. അത് അതുകൊണ്ട് തന്നെ ശത്രു മേശ ഒരുക്കും എന്ന് പറഞ്ഞു. അല്ലാതെ നമ്മുടെ ശത്രുക്കളെ എല്ലാം വിളിച്ച് നിരത്തിക്കൊണ്ടിരുത്തിയിട്ട് നമുക്ക് മേശ ഒരുക്കി തരുമെന്നൊന്നും അല്ല. ഹാലേലൂയ. ഇവിടെ അതുപോലെ പറയും, നമുക്ക് പ്രോമിസ്. ഹാലേലൂയ. നമ്മുടെ എന്നിട്ട് അവന്റെ ശത്രുക്കളെ അവന്റെ തലയിലോ കിരീടം ശോഭിക്കും. ഹാലേലൂയ. ആ കിരീടം നമുക്ക് നിത്യതയിൽ ചെല്ലുമ്പോൾ ഒരു കിരീടം നമുക്കുണ്ട്. ആ കിരീടം എല്ലാവർക്കും ഒരേ കിരീടം അല്ല കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. ഓരോരുത്തർക്കും കിട്ടുന്ന കിരീടത്തിന് ലെയർ വ്യത്യാസം ഉണ്ടാവും. അതിലിപ്പോ ചിന്ന മുത്തുകൾക്ക് വ്യത്യാസം ഉണ്ട്, കല്ലുകൾക്ക് വ്യത്യാസമുണ്ട്. ഇതൊക്കെ നിങ്ങൾ ഹാലേലൂയ ഈ ഭൂമിയിൽ എന്ത് ദൈവരാജ്യം ചെയ്യുന്ന അനുസരിച്ച് അവിടെ ലഭിക്കുന്നത്. അവനവന്റെ പ്രവർത്തിക്ക് തക്ക പ്രതിഫലം എന്ന് പറഞ്ഞ കണക്ക് നമ്മൾ ഇവിടെ ചെന്ന് പോകുമ്പോ എന്താണ് ദൈവരാജ്യം സമ്പാദിച്ചത് അതോടുകൂടി അങ്ങോട്ട് ചെല്ലുന്നത്, അതനുസരിച്ച് അവിടെ പൊസിഷൻ കിട്ടുന്നത്. അവിടെയുണ്ട് പൊസിഷൻസ് ഒക്കെ. ഹാലേലൂയ. പക്ഷേ അതല്ല ഇവിടെ നമുക്ക് അത് ശോഭിക്കും. നമുക്ക് അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷെ ഇവിടെ ആയിരിക്കുമ്പോഴും ക്രിസ്തുവാകുന്ന ഹാലേലൂയ ആ മശിക നമ്മളിലൂടെ ഹാലേലൂയ പ്രകാശിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വർഷക്കാലം തീരുമ്പോൾ നമുക്കൊരു തീരുമാനത്തിലേക്ക് എത്താം. കർത്താവെ, ഞങ്ങൾ ഹാലേലൂയ ദൈവത്തിന് വേണ്ടി ഇവിടെ പറഞ്ഞേക്ക ഈ സിയോന് നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവം നമ്മളിലേക്ക് വന്ന് ഹാലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിനെ തിരഞ്ഞെടുത്തതുപോലെ നമ്മൾ ഓരോരുത്തരും അതേ തെരഞ്ഞെടുപ്പിലൂടെ വന്നവരാണ്. കർത്താവ് യേശു ക്രിസ്തു വചനത്താൽ ജനിച്ച വചനം തന്നെയായിരുന്നു. വചനം ജഡവും വചനം കൃപയും സത്യം നിറഞ്ഞ നമ്മുടെ ഇടയിൽ വസിച്ചു പറഞ്ഞ ആ ജഡമായി തീർന്നതാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും വചനത്താൽ വീണ്ടും ജനിക്കപ്പെട്ടവരാണ്. അപ്പൊ നമ്മുടെ ജന്മം അങ്ങനെ തന്നെയാണ്. പുതിയ ജന്മം ഇതെല്ലാം നമ്മളിലൂടെ കിടക്കുമ്പോൾ കർത്താവ് ഇന്ന് നമ്മളെ നോക്കിയിട്ട് ഓരോന്നും ആഗ്രഹിക്കുന്നത്, നമ്മളൂടെ ഓരോന്ന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മളിലൂടെ കർത്താവ് ശോഭിക്കണം. ഞാനാണെങ്കിൽ ഇന്നലെ രാത്രി എന്നിട്ടിങ്ങനെ ഇതിന്റെ കുറച്ച് റെഫറൻസും ഒക്കെ വെച്ച് ഒരു മെസ്സേജ് ഒക്കെ ഡയറക്റ്റ്, പക്ഷെ ദൈവം എന്നെ കൊണ്ട് അത് തൊടിയിച്ചത് പോലില്ല. കാരണം എനിക്ക് ഇന്നലെ അത് എഴുതി വെക്കുമ്പോഴൊക്കെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല അതിനെ കുറിച്ച്. പക്ഷെ ദൈവം അത് നോക്കിപ്പിച്ച പോലെ. കാരണം വെച്ചാൽ ദൈവം എനിക്കറിയേണ്ട കാര്യം ഇങ്ങനെ തന്നെയാണ്. പക്ഷേ ദൈവം എന്താണ് പറയുന്നത് വെച്ചാൽ നമുക്ക് ദൈവത്തിന്റെ മനസ്സ് പരിശുദ്ധൻ എന്താ അതിനെ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പൊ ദൈവം എപ്പോഴും ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളാണ് നമ്മളോട് സംസാരിക്കുന്നത്. നമ്മൾ പഠിച്ചു വെച്ച ഒന്നും ബുദ്ധിയിലേക്ക് നമുക്ക് വരത്തില്ല. ഇപ്പൊ നമ്മൾ മെസ്സേജ് ഒക്കെ ചിലപ്പോൾ പ്രിപ്പയർ ചെയ്ത് നോട്ട്സ് ഒക്കെ തയ്യാറാക്കി വെച്ചാൽ അത് തൊടാൻ സമ്മതിക്കത്തില്ല ദൈവം. കാരണം ദൈവത്തിന് നമ്മളോട് സംസാരിക്കാനുണ്ട്. നമ്മുടെ ബുദ്ധി ഒന്നും ദൈവത്തിന് വേണ്ട. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം മാത്രമല്ല, നമ്മൾ ഇതുവരെ എങ്ങനെയായിരുന്നു എന്നുള്ളതല്ല, ഇനി നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണ്.
ഹാലേലൂയ. നമ്മൾ ദൈവത്തിന്റെ ആ ദാവീദിന്റെ ഹൃദയത്തെ നമ്മളൊന്ന് കാണുക. നമ്മുടെ ഹൃദയത്തിൽ ഇതുപോലെ ചില ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകട്ടെ. നമ്മൾ ചില തീരുമാനങ്ങളൊക്കെ എത്തട്ടെ. ഹാലേലൂയ. കർത്താവേ, എനിക്ക് ഇന്നതുപോലെ ആകണം, എനിക്ക് ഇന്നതുപോലെ ചെയ്യണം. ഹാലേലൂയ. ദൈവത്തിന് വേണ്ടി, അപ്പൊ കർത്താവിന് വേണ്ടി എരിയുന്ന ഒരു ഹൃദയം നമ്മൾ കർത്താവിനെ കുറിച്ച്, നമ്മളെ കുറിച്ച് നമ്മളിലൂടെ ചെയ്തിടക്ക് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കി. നമ്മളൊരു കുഞ്ഞ് ജനിക്കും, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകത്തില്ല എന്റെ കുഞ്ഞ് എന്താകണം, എങ്ങനെ വളരണം, എന്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ ഇന്നലെ ആൻമോളോട് പറഞ്ഞു, ഞാൻ പണ്ട് എപ്പോഴും പറഞ്ഞു കൊടുക്കും, വിവാഹത്തെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് നല്ല അഭിഷേകമുള്ള ഒരു പൈതലായിരിക്കണം. നമുക്കൊരു നിർബന്ധമുണ്ട്. ഹാലേലൂയ. അപ്പം അവര് ചിലപ്പോൾ നാളെ വേറെ ഇഷ്ടപ്പെട്ട ഒരാളെയും കൊണ്ട് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തെന്ന് വരത്തില്ല, അല്ലേ? എന്നുവെച്ചാൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ഡ്രീം ഉണ്ട് അവരെ കുറിച്ച്. അത് കർത്താവിന് അതുപോലെ നമ്മളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ച് ആഗ്രഹമുണ്ട്. അപ്പൊ കർത്താവിന്റെ ആഗ്രഹം എന്താന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനു വേണ്ടി കർത്താവെ എന്നെ അങ്ങോട്ട് തരിക കേട്ടോ, നീ അങ്ങ് ഉപയോഗിച്ചെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കർത്താവിന് എന്ത് സന്തോഷമായിരുന്നു. അപ്പൊ ഈ ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒന്ന് ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തിട്ട്, ഇനി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, പറയും, പാടുമ്പോഴും പറയും, എന്റെ ഹിതമൊന്നും വേണ്ടപ്പ നിന്റെ ഹിതം മതിയെന്ന്. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ നമ്മൾ അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഒരിക്കലും ആ ഹിതത്തിന് നമ്മൾ ഏൽപ്പിച്ചിട്ടെങ്കിൽ ഞാൻ പറയും, ഇവിടെ ഇരിക്കുന്നവരാരും ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കത്തില്ല. ഇവിടെ ഇരിക്കുന്ന ആരും ഇങ്ങനെ ഇരിക്കത്തില്ല. ഹാലയിലെ കാരണം ഇന്നലെ സാനമസ്റ്റാൻ സംസാരിച്ച് പറയുന്നുണ്ട്, ദൈവം തെരഞ്ഞെടുത്ത് ഓരോരുത്തരും ഹാലയിലെ മേശമേൽ ശുശ്രൂഷിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആത്മാവ്. പക്ഷേ അവരാരും ചില്ലറക്കാരും വല്ലതും ആയിരുന്നു എന്ന് സാനമസ്റ്റാൻ എന്നോട് പറഞ്ഞു, അല്ലേ? സ്റ്റെഫാനോസിന്റെ ഒരു പ്രസംഗം അങ്ങ് ആരംഭം തുടങ്ങിയുള്ള മൊത്തം പ്രസംഗിച്ചു പുള്ളി. ഹാലേലിയ. എഴുന്നേറ്റ് പറയാൻ തരും. ഫിലിപ്പോസിന്റെ ഒരു പ്രസംഗം, ഹാലേലി, ശമരെ പെട്ടെന്ന് ഇളക്കി മറിച്ചു. കാരണം എന്താ? അവരൊക്കെ കർത്താവിന്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. നമ്മള് ഇപ്പോഴും പിടിച്ചോണ്ടിരിക്കുക. കർത്താവിനെ ഈ ദിവസങ്ങളിലേക്ക് ഒന്ന് വിട്ടുകൊടുക്ക്. നമ്മൾ പൂർണ്ണമായി ഒന്ന് സമർപ്പിക്കുക. എന്നിട്ട് കർത്താവിനോട് പറ, കർത്താവ്, ഞാൻ എന്നെ നിന്റെ കയ്യിലേക്ക് അങ്ങ് തരിക, നിന്റെ ഇഷ്ടത്തിന് അങ്ങ് ഉപയോഗിക്കും. നമ്മുടെ ഇഷ്ടമൊക്കെ കുറച്ചൊന്ന് മാറ്റി വെക്കുക. നമ്മളെപ്പോഴും നമ്മളെ തന്നെ പിടിച്ചോണ്ടിരിക്കും. നമ്മുടെ കുറെ ഇഷ്ടങ്ങൾ, നമ്മുടെ കുറെ ആഗ്രഹങ്ങൾ, നമ്മുടെ കുറെ വിഷയങ്ങൾ, ഇതിങ്ങനെ പിടിച്ചോണ്ട് ഈ വിഷയങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് 2026 നമുക്ക് ഹാലേലിയ ഇന്ന് അവസാനത്തെ ശനിയാഴ്ചയാണ് 2025. അതുകൊണ്ടാണ് ഇത് ഇത്ര കാര്യമായിട്ട് പറയുന്നത്. 1-ാം തീയതി എല്ലാവർക്കും 31st നൈറ്റിന്റെ ഇതൊക്കെ കഴിയുമ്പോൾ 1-ാം തീയതി രാവിലെ മെസ്സേജ് ഒക്കെ പറയാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് 2026 നിങ്ങൾ എല്ലാവരും ഒന്ന് സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന്റെ സകല അനുഗ്രഹങ്ങളും പെൻഡിങ് നിൽക്കുക നമ്മുടെ മേൽക്കിട. അബ്രഹാമിനോട് പറഞ്ഞ സകല അനുഗ്രഹങ്ങളും സകല വാഗ്ദത്തങ്ങളും ക്രിസ്തുവേശുള്ള ജാതികൾ നമുക്ക് വരേണ്ടേ ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്താൽ പ്രാപിപ്പാൻ തന്നെ. അപ്പൊ ആത്മാവിലൂടെ മാത്രമേ നമുക്കത് പ്രാപിക്കാം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതെ പരിശുദ്ധാത്മാവിനെ പൂർണ്ണം ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവം നമ്മളോട് പറഞ്ഞ സകല വാഗ്ദത്തങ്ങളും നമ്മൾ പ്രാപിച്ചെടുക്കുക തന്നെ ചെയ്യും. ഹാലേലിയ. വാഗ്ദത്തം പ്രാപിക്കാതെ അനേകർ മരിച്ചത് എനിക്കറിയാം. ദൈവത്തിന്റെ വാഗ്ദത്തം ഉള്ളവരാരും മരിക്കത്തില്ലെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും ദൈവത്തിന്റെ ഒരുപാട് വാഗ്ദത്തങ്ങളുള്ള പെട്ടെന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട പലതും എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നമ്മൾ ആരും അങ്ങനെ ആകാതെ അതെല്ലാം പ്രാപിച്ചെടുക്കാൻ തക്കണം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു മാറ്റം വരുത്താം. യുവജനത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. ഗോഡ് ബ്ലെസ് യു.